വെൽക്കം. എടാ ഫോട്ടോ വെച്ചേ നോക്കട്ടെ. പെട്ടെന്ന് ലൈവ് കാണിച്ചു റിവീൽ ചെയ്യാനുള്ളതാ. എന്താ പെട്ടെന്ന് ലൈവില് റിവീൽ ചെയ്യാനുള്ളതാണ്. മരതകം എന്തായി ബ്രോ? മരതകത്തിന്റെ പണിയെല്ലാം കഴിഞ്ഞു. ഇനി ഫ്രണ്ട് ബമ്പർ കൂടെ മാത്രം. അത് ഇവിടെ കിട്ടാനില്ല. കസ്റ്റം മെമ്പർ അല്ലേ, അപ്പൊ നമ്മള് അത് ചെയ്തോണ്ടിരിക്കുക. എവിടെ പോണു? ഹലോ ചുമ്മാ ഇങ്ങനെ പറഞ്ഞേ അണ്ണപ്പ കളർ ചേഞ്ച് ആർസി ബുക്കിലും അപ്ഡേറ്റ് ചെയ്തായിരുന്നാ? മാറ്റിട്ടുണ്ട്. അതിന് എത്ര രൂപ കൊടുക്കണം അപ്ഡേറ്റ് ചെയ്യാൻ? വലിയ പൈസ ഒന്നുമില്ലടാ. പക്ഷേ പോയിട്ട് ഇതാക്കിയാൽ മതി. കിട്ടാൻ പാടില്ല. എത്രടാ സാർക്ക്? 1500 രൂപ എന്തോ ഉള്ളു. അടിക്കലടാ മുച്ചിരി കൂലി. അതിന്റെ എന്തോ ഉള്ളു. 1000 രൂപ ഉള്ളു. ഞാൻ ഇതിൽ ഇറങ്ങുവാണേ. ഫാദിമുള്ള സിറ്റി പോയേ. മലപ്രേമി എടാ, നീയൊക്കെ ഇപ്പൊ ഫുൾ ടൈം മലയെ തന്നല്ലേ? എന്റെ അടുത്ത് തന്നെ പറയണം കേട്ടോ ഇത്. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, എന്റെ അടുത്ത് ഇങ്ങനെ ആരൊക്കെ കുറച്ചു നാള് വിനയം കാണിച്ചിട്ടുണ്ടോ, കാണിച്ചവന്മാരെല്ലാം എ ക്ലാസ്. നോക്കട്ടെ. എടാ കണ്ണാപ്പിയുടെ റൂം വിഷയം കേട്ടാ. സിമ്പിൾ റൂമാ ഗൈസ്. അങ്ങനെ വലിയ എന്നുവെച്ചാ നൈസായിട്ടെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ട് കണ്ണാപ്പിയുടെ റൂം കാണാൻ. എന്നുവെച്ചാൽ ഗെയിമിംഗ് റൂം അങ്ങനത്തെ ഒരു സെറ്റപ്പ് അല്ല. അവൻ്റെ ഒരു സ്പേസ് നല്ല രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. കിടിലോടാ മോനെ, അടിപൊളി. ഹാപ്പി ഫോർ യു. അപ്പോൾ ഇനാഗുറേഷൻ ചെയ്യാൻ വരാം. അച്ഛനോട് പറഞ്ഞേരെ കത്തിയെടുത്ത് നിൽക്കാൻ. ഞാനും അച്ഛനും കൂടെ വരുന്നുണ്ട്. അല്ല, അച്ഛൻ അവിടെ തന്നെ ഉണ്ടല്ലോ. ഗൈസ് പിന്നെ ഒരു കാര്യം കാണിക്കാടാ പോടാ. അവൻ അത്രയും കഷ്ടപ്പെട്ട് എഫേർട്ട് ഇട്ടൊരു പണിത സാധനം ഗൈസ്. അവൻ അതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ടാവുമല്ലോ ഗൈസ്. ഞാനത് ലൈവിലെടുത്തിട്ട് കാണിക്കുന്ന ചെറ്റത്തരമാണ്. പോടാ. ഒരു ഗെയിമിംഗ് റൂം എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ഡ്രീമാണ്. അത് കുറേ പേരുടെ. അത് ഈ ഗെയിം സ്ട്രീം കാണുന്ന എല്ലാ ആൾക്കാർക്കൊക്കെ നിങ്ങൾക്ക് പോലും ഉണ്ടാവും നാളെ നിങ്ങളുടേതായിട്ടുള്ളൊരു സ്പേസ് ബിൽഡ് ചെയ്യണമെന്ന്. അതൊക്കെ അത്രയ്ക്കും കഷ്ടപ്പെട്ട് ചെയ്തൊരു കാര്യമല്ലേ ഗൈസ്. അതുപോലെ മറ്റേ പയ്യന് വേണ്ടിയിട്ട് ഫണ്ട് കളക്ഷൻ ചെയ്യുന്നുണ്ടല്ലോ ഗൈസ്. നിങ്ങളെ കൊണ്ട് പറ്റുന്നത് ദയവ് ചെയ്ത് ചെയ്യുക. ഇനി 1 കോടി രൂപയുടെ എന്തോ ആണ് ആ പയ്യന് വേണ്ടുന്നത്. ആ പയ്യൻ്റെ പേരെന്തായിരുന്നു ഞാൻ മറന്നുപോയി ഗൈസ്. ഒരു സെക്കൻഡ്. ആ മോൻ്റെ പേരെന്താണെന്ന് ഞാൻ മറന്നുപോയി ഗൈസ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ പേര്? മോൻ്റെ പേര് ധ്രുവാണോ? ധ്രുവാന്ന് തോന്നുന്നു. 1 കോടി ധ്രുവനാണോ? ധ്രുവാൻ എന്നാന്ന് തോന്നുന്നു. ധ്രുവാൻ എന്ന് പറയുന്ന കുഞ്ഞിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഇനി ഏകദേശം 1 കോടി രൂപയും കൂടെ വേണം. നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഇനി എനിക്ക് തോന്നുന്നു റിമൈനിങ് 1 കോടിയുടെ ആണെന്ന് തോന്നുന്നു. അങ്ങനെയാണ് എൻ്റെ അടുത്ത് ഒരു പയ്യനിപ്പോൾ മെസ്സേജ് അയച്ചത്. അങ്ങനെയാണ്. അപ്പോൾ നിങ്ങളെ കൊണ്ട് പറ്റുന്ന എമൗണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ 10 രൂപയെങ്കിൽ 10 രൂപ കഴിച്ചു. നിങ്ങളിപ്പോൾ ഏകദേശം 20,000 പേരുണ്ട് ഇവിടെ. നിങ്ങൾ 20,000 പേരിൽ 10 രൂപ വെച്ച് അയച്ചാൽ തന്നെ എത്രയായി? 2 ലക്ഷം രൂപയായി. മനസ്സിലായോ? 10 രൂപ അയച്ചാൽ പറ്റുന്നവരൊക്കെ നിങ്ങളെ കൊണ്ട് പറ്റുന്നൊരു എമൗണ്ട് എന്തിനേലുമൊക്കെ നമ്മൾ അത്രയും ഈ ചെറിയ എമൗണ്ട് ഒക്കെ പോയാൽ ഒന്നും അറിയാൻ പോകണില്ല. ജസ്റ്റ് അപ്പം നിങ്ങളെ കൊണ്ട് പറ്റുന്നതൊക്കെ അയച്ചു കൊടുക്കുക. ചെറിയ കുഞ്ഞിൻ്റെ കാര്യമാണ്. മനസ്സിലായോ? ഓക്കെ, താങ്ക് യു സോ മച്ച്. ഹലോ ഞാൻ ഇവിടെ ഉണ്ടല്ലോ ഓൾറെഡി. അല്ല നമ്മുടെ എല്ലാരും എത്തിയോ? അതാണ് എനിക്കറിയേണ്ടത്. നമ്മുടെ റേഡിയോയിൽ 1 2 3 4 5 6 7 8. അങ്ങനെ റേഡിയോ എണ്ണിക്കൊണ്ടിരിക്കണ്ട. ചുമ്മാ റേഡിയോ എടുത്ത് നോക്കിയാൽ മതിയടാ. 8 പേരുണ്ട്. അത് നീ എടുത്തിട്ട് എണ്ണുന്നല്ല, എണ്ണുന്നില്ല. ജസ്റ്റ് ഒന്ന് 3 ഞെക്കിയാ. ഞാൻ 3 വെച്ചേക്കുന്നത്. 3 ഞെക്കിയാ പോരെ? 3 ഞെക്കുമ്പോ ഹീലാവും. എടാ SRK നീ എടാ ഈ വണ്ടി ഈ മലയിലോട്ടൊന്ന് വണ്ടി നിർത്തിയണ. ഒരു സെക്കൻഡ്, ഞാൻ എല്ലായിടത്തും കേറാൻ പറയട്ടെ.
നിന്റെ ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടല്ലോ, ആരാടാ? ഇതായിരിക്കുമല്ലോ. ഇനി നിന്നെ എന്നാ ഒരു പെണ്ണിന്റെ കൂടെ കണ്ടാൽ നിന്നെ അടിച്ചു കൊല്ലോ, ഓക്കെ ആണോ? ഓക്കെ അണ്ണാ. ഓക്കെ ആണോ? അപ്പൊ ആ പെണ്ണില്ല? പെണ്ണില്ല. ഇല്ല, പോയി. കളഞ്ഞ്. ആര്? അവളോ? അതോ നീയോ? ഞാൻ തിന്നണ്ടാ. എന്തിന്? കാര്യം എന്താ? എനിക്ക് പെണ്ണ് വാഴത്തിട്ടാ. പെണ്ണ് വാഴത്തില്ലെന്നോ? ആ, അങ്ങനൊന്നും അല്ലല്ലോ. അവൾക്ക് എനിക്ക് പ്രേമിക്കാൻ അറിയത്തില്ലട്ടാ. അവൾക്ക് വായിക്കൂടെ ഒരു നാക്കും കണ്ണിക്കൂടെ 2 നാക്കുമാണ് അവൾക്ക്. ആ, അതാണ് മനസ്സിലായേ? അവൾ എന്നെ ഒരുപാട് എന്നെ പരിചയപ്പെടുത്തി തരുന്ന പോലാണ്. ഇതാണ് സാർക്ക്, ഇത് ടിവിയിലുള്ള ആളാ എന്നൊക്കെ പറഞ്ഞാണ് ഇതാക്കിയത്. ബ്രേക്കപ്പ് ആയല്ലേ ഇപ്പൊ നിങ്ങൾ തമ്മി? നല്ല കാര്യം. അല്ല, ഇനി നാളെ അവളുമായിട്ട് പാച്ചപ്പായെന്ന് പറഞ്ഞാൽ വന്ന് അടിച്ച് തുപ്പിത്തരുവേ. ഉറപ്പാണോ? ഉറപ്പാണ്. ഇനി അവളോട്ട് നീ കമ്മിറ്റ് ആയ ഗ്യാങ്ങിൽ നിർത്തി കളയും. അവളുമായിട്ടൊന്നല്ല, സിറ്റിയിൽ ഒരു പെണ്ണുമായിട്ട് കമ്പ്യൂട്ടർ ആയി കഴിഞ്ഞാൽ ഗ്യാങ് നിർത്തി കളഞ്ഞു. ഇത് ഒരുപാട് പേര് കേട്ടെ, ഒരുപാട് പേര്, ഞാനല്ല, ഒരുപാട്. അണ്ണാ എല്ലാരും പറയുന്ന കല്യാണം ഞാൻ മനസ്സിലായ. ഓക്കെ, നീയല്ലേ വണ്ടി ഓടിച്ചോണ്ട് രഹസ്യമാണെങ്കിൽ നിന്നോട് മാറിയിരിക്കാൻ പറയല്ലോ. നീ തെറിച്ചു. അപ്പൊ ഒരാഴ്ചക്കുള്ളിൽ ഒരു സ്ലോട്ട് ഫ്രീ ആവും. അതെന്താ അങ്ങനെ പറഞ്ഞ? അല്ലല്ല, ഞാൻ ഇവിടെ പറഞ്ഞു. എടാ, അലക്സ് കമ്മിറ്റഡ് ആയോ? അവൻ ഓൾറെഡി പെണ്ണും വെച്ചോണ്ടാ വന്നേ. പെണ്ണും വെച്ചോണ്ടാ വന്നേന്നോ? എന്നുവെച്ചാ കമ്മിറ്റഡ് ആയിട്ടാ വന്നേന്ന്. സിറ്റിയിലോട്ടാ? നമ്മൾ ഒരാളെ റിക്രൂട്ട് ചെയ്തോളൂ. ഇതെന്താ ബൈ വൺ ഗെറ്റ് വണ്ണാ? ഓ മുച്ചിരി ബോസേ, മുച്ചിരി എവിടെ ഉണ്ടോ? മുച്ചിരി എവിടെ ഉണ്ട്? എവിടെ വന്നേ? വെടി വെക്കുന്നുണ്ടോ ചുമ്മാ? ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് മാർക്ക്. നിന്റെ ഫ്രണ്ട് നിൽക്കുന്നത് ഞാൻ. വണ്ടി ഒന്നും എടുക്കണ്ട. ഹലോ. ഹലോ. ആ പറയണ്ണ. നിന്നെ ഞാൻ ഇപ്പൊ സിറ്റിയിലൊന്നും കാണാറില്ലല്ലോ. സിറ്റിയിലുണ്ടല്ലോ. അല്ല, ബാക്കി നമ്മളെ സംസാരിച്ചൊക്കെ ഇരിക്കുന്ന സമയത്തൊന്നും നിന്നെ കാണാറില്ല. ഞാനേ പഠിക്കല്ലേ, ട്യൂഷന് പോയിട്ട് വരൂ. പിന്നെ ഈ ഫ്രണ്ട്സ് ഇങ്ങനെ ഇതാക്കും, ജിമ്മിൽ പോവും, അപ്പൊ വരൂ. എന്തെങ്കിലും സിറ്റുവേഷൻ ഓടി വരും. ജിമ്മിലൊക്കെ പോകുന്നുണ്ട് ഇപ്പൊ അല്ലേ? അല്ല, അതെ, ജിം ബോഡി ബിൽഡ് ചെയ്യാ. ബോഡി ബിൽഡ് ചെയ്തോണ്ടിരിക്കുക. അതെ, ട്യൂഷൻ പോകണ്ട. അറ്റൻഡൻസ് കാണിച്ചാ ഒരു ലീവ് ആയിട്ടുള്ളൂ ഞാൻ ആകെ. സ്കൂളിൽ പോകുന്നില്ല? സ്കൂളിൽ പോയി ഇന്ന് ഉച്ച വരെ ഉണ്ടായിട്ടുള്ളൂ. ശനിയാഴ്ച. ആ, പിന്നെ എങ്ങനെ പോണു ടിവിയിലെ ജീവിതമൊക്കെ? ടിവിയിലെ ജീവിതം കിടിലല്ലേ? കിടിലം. TDM ഒക്കെ എത്ര നേരം ഗ്രൈൻഡ് ചെയ്യാറുണ്ട്? TDM ഇപ്പൊ 38,000 കില്ലായി. എത്ര നേരം കണക്ക് പിടിക്കുന്ന അങ്ങനെ? 38,000 കില്ലായോ നിനക്ക്? ആ, നീ അതിനകത്ത് ഈ എത്ര നാൾ കൊണ്ട് 38,000 കില്ല്? ഈ പുതിയ TDM വന്നിട്ട്. പുതിയ TDM ഇപ്പൊ അടുത്തല്ലേ? കൊറേ അധികം നേരം രാത്രി കുറച്ച് സമയം എടുക്കുന്നു. അവന് ട്യൂഷനൊക്കെ പോയി വന്നിട്ട് കളിക്കുന്നുള്ളൂ. പിന്നെ പാതി സമയം TDM ഇല്ലായിരുന്നു ആ സമയത്ത്. 32,000 എല്ലാവർക്കും. നിങ്ങൾക്കൊക്കെ എത്ര കില്ലായി? എനിക്കൊക്കെ 10,000. എന്തുവാ 38,000 കില്ലിൽ നിനക്ക് എത്ര കേടിയുണ്ട്? 2.13. ഓടാ, എനിക്ക് 12,000 ഉള്ളു കേട്ടാ. എനിക്ക് കുറവാ. നീ എന്താ TDM ഇരിക്കണ? ആ, TDM കളിക്കാ. അല്ല, ഞാൻ കാര്യം പറയട്ടെ, നീ തത്സമയം ഒന്നും ഇടാറില്ല? ഇടയ്ക്ക് ഇടും TDM കളിക്കാൻ. അല്ല, ഈ 38,000 ബോറടിക്കൂലേ? അല്ല, വേറെ അപ്പൊ എന്താ ചെയ്യാൻ പറ്റുന്നത് നിന്നെ കൊണ്ട്? നിന്നോട് ഞാൻ പറഞ്ഞു ഇത് ഇങ്ങനെ ഇരിക്കാൻ. അത് എടാ, നീ ഇവിടെ വരുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു മുച്ചെറി? അത് ശരിയാണ്.
എന്ത് ശരിയാണ്? എടാ നീ 38,000 കില്ലൊക്കെ എടുത്താണ് നിന്നെ ടിവിയുടെ സ്ലോട്ടിൽ നിന്ന് റിമൂവ് ചെയ്താൽ നിനക്ക് വിഷമം വരുമോ? എന്തിന് വിഷമം വരൂല? എല്ലാരും മാറ്റണമെന്നല്ലേ പറഞ്ഞേ? അങ്ങനല്ല, നിന്നെ ഒരു 2 മാസത്തേക്ക് 3 മാസത്തേക്ക് നിന്നെ ഇടാതെ മാറ്റി നിർത്തിയ നാടിനെ കളിച്ചിരിക്കൂ. എടാ നിന്നെ അതിന്നൊന്ന് മാറ്റാൻ ഞാൻ എന്ത് ചെയ്യണം? അതിന്ന് മാറ്റാൻ തീരം കളയാം. ടീഡിയം കളയണം. ക്ലാസ് 24 മണിക്കൂറൊക്കെ ഉണ്ടായിരുന്നു. എടാ അല്ല, ഞാൻ നിന്റെ അടുത്തൊരു ഡൗട്ടായിട്ട് ചോദിക്കും കേട്ടാ. ആ നീ എന്തുകൊണ്ടാണ്, അതായത് നീ ഇവിടെ വരുന്നതിന് മുമ്പ് കുറച്ചും കൂടെ RP വയസ്സാണേലും സംസാരിക്കാൻ നിനക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളായിരുന്നു. നീ നന്നായിട്ട് സംസാരിക്കുമായിരുന്നു, എല്ലാം ചെയ്യണം. നീ എന്തുകൊണ്ടാണ് ഈ സംസാരം മാറ്റിയിട്ട് നിനക്ക് അടി ഫോക്കസ്ഡ് ആവണമെന്ന് തോന്നിയത്? എന്തുകൊണ്ടാ? അതിപ്പോ അങ്ങനെ അറിയാ. അതെ, എന്നാലും നിനക്ക് എന്തേലൊക്കെ പറ. അടിക്കാൻ തോന്നി. അതിനുള്ള കാരണം എന്താണെന്നാ ചോദിച്ചത്. കാരണം അതെ, തരിപ്പൻസ് ആയോണ്ട് തരിച്ചിരിക്കാം. തരിപ്പൻസ് ആയോണ്ട് തരിച്ചിരിക്കുക. അതെ. പക്ഷെ ലൈനപ്പിലിടുന്ന ഒറ്റ ദിവസവും നിന്നെ കാണാറില്ലല്ലോ. വരലുണ്ടല്ലോ. ഒരു ദിവസം ഉറങ്ങിപ്പോയി. മിനാന്ന് അറിയാണ്ട് ഉറങ്ങിപ്പോയി. അത് കണ്ണാപ്പിൻ ലൈവ് കണ്ടിട്ടാ ഉറങ്ങിയ. സിറ്റുവേഷൻ ആവോന്ന് നോക്കി. കണ്ണന്റെ ലൈവ് കണ്ടിട്ട് എന്തായാലും നീ എഫേർട്ട് ഇടുന്നതിൽ സന്തോഷം. പക്ഷെ ബാക്കിയുള്ള നിന്നെ വെയിറ്റ് ചെയ്ത് കുറച്ചു പേര് വെളിയിൽ ഇരിപ്പുണ്ട്, അവരെയും കൂടെ ഇത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. സേവച്ചിന്റെ കൂടെ ഉണ്ടാവലുണ്ടല്ലോ. അങ്ങനല്ലല്ലോ, നിന്റെ തൽസ് കാണാൻ വേണ്ടിട്ടിരിക്കുന്നവർക്ക് സാവേജിന്റെ കൂടെ അല്ലല്ലോ കാണണ്ടേ, നിന്നെ കാണണ്ടേ. അപ്പൊ അവരെ ഡിസപ്പോയിന്റ് ചെയ്യാതെ മുന്നോട്ട് പോകും. എന്തായാലും എഫേർട്ട് ഇടുന്നത് നിനക്ക് പെട്ടെന്ന് ഒരു ദിവസം ഒരു PvP പ്ലെയർ എന്നുള്ള രീതിയിൽ നീ നല്ല രീതിയിൽ എന്നെ ഇമ്പ്രസ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ തുറന്നു പറയാം, എല്ലാവരുടെയും മുമ്പിൽ വെച്ച് തന്നെ പറയണം. അത് നിന്റെ എഫേർട്ടിൻ്റെയാണ്. കഴിഞ്ഞ എല്ലാ വാറിലും നീ കളിച്ച പ്രീ വാറിലും എല്ലാം കൺസിസ്റ്റൻ്റ് ആയിട്ട് 2-3 കില്ല് വെച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ട് പോട്ടെ, അടിപൊളിയായിട്ട് പോട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഹലോ രായ പറടാ. എന്താടാ? കേറുന്നുള്ളു എല്ലാരും കേറിക്കൊണ്ടിരിക്കുക. രായ പേര് മാറ്റിട്ടേക്കുമല്ലേ? ഉറപ്പല്ലേ? പേരെന്തോ നോക്കിയിട്ട് കൺഫേം ചെയ്തെന്ന്. എടാ അതുപോലെ നീലിവിടെ ഉണ്ടോ? ഹലോ നീലെ, നീ ഇവിടുത്തെ കേടി കേക്കാവോ? നീ കേടി 3.2 ഒക്കെ ആക്കിയെന്ന് പറഞ്ഞ്. ആണാ? എത്ര കില്ലായി നിനക്ക്? 20,000 കില്ല 3.2 ഒക്കെ ഇടിയാ? കൊള്ളാം. എടാ എല്ലാരും ബാക്കി എല്ലാം പറയാം. എല്ലായിടത്തും താല്പര്യമുള്ളവരൊക്കെ TDM ഗ്രൈൻഡ് ചെയ്യാം. നിങ്ങളോട് പക്ഷെ ഈ പറയണതുപോലെ ഫുൾ ടൈം കുത്തിയിരുന്ന് ഇതിനകത്ത് കളിക്കാൻ ഞാൻ ഒരിക്കലും പറയത്തില്ല. നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ ഗൺ പവർ വീക്കായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ TDM ഗ്രൈൻഡ് ചെയ്യുക. അല്ലാതെ KD ബൂസ്റ്റ് ചെയ്യാനും കില്ല് ബൂസ്റ്റ് ചെയ്യാനും നിങ്ങൾ നിങ്ങളുടെ വാല്യുബിൾ ടൈം ഒരുപാട് കളയരുതെന്ന് ഞാൻ പറയത്തുള്ളൂ. പക്ഷെ നിങ്ങളുടെ ഇൻട്രസ്റ്റ് അളിയാ, ഞാൻ TDM കളിച്ചിട്ട് പോലും ഇല്ലേ സിറ്റിയിലെ. അലക്സ് എന്തി? അലക്സ് ഹലോ ഒരു മിനിറ്റ്. നിന്നെ അല്ലടി അലക്സ്, ഇവിടുത്തെ അലക്സ്. അലക്സ് അവിടെ ഓണായി പാട്ട് പാടി തുടങ്ങി. ജിയോ സാവൻ എന്ന് പറഞ്ഞ് തുടങ്ങി. അറിയുന്നുണ്ട്. ഞാൻ ഇവിടെ അലക്സിനെ 2 വട്ടം വിളിച്ചപ്പോ എന്റെ റൂമിൽ അലക്സ ജിയോ സാവനിൽ പാട്ടിട്ട്. അത് കോച്ചിന്റെ കോച്ചിനുണ്ട്. അത് എനിക്ക് ഇവിടെ എങ്ങനെയായി? അവനെന്തി അലക്സ് എന്തി? അലക്സ നീ എത്ര ആയിക്കില്ലായി? എനിക്ക് 13,000. നിന്നെ ഞാൻ ആദ്യമായിട്ട് കാണുന്ന സമയത്ത് നീ അതിനകത്ത് പെറ്റ് കിടക്കുമായിരുന്നു. അതിനകത്ത് അല്ല, നീ അങ്ങനെ അല്ല, അങ്ങനെ ഇരിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഞാൻ നിന്നെ പറ്റി അലിഗേഷൻ അറിഞ്ഞു.
അലിഗേഷൻ ഒന്നുമില്ല അലിഗേഷൻ. നീ ഇവിടെ വന്ന് പാട്ടുപാടി ഏതോ ഒരു പെങ്കൊച്ചിനെ വളച്ച് സെറ്റാക്കിയെന്ന്. ഫ്രണ്ടാണല്ലേ? അയ്യോ അണ്ണാ കള്ളം. പുതിയ പേരുള്ള അലുവെന്നാണ് പേര്. ടി വി അലുവയാ? അലക്സിന്റെ അലുവും എന്തിനാണ് മറ്റേ അവള് ഇവയുടെ ഈ അമ്പത്തൂർ കണ്ടിയൊക്കെ എന്ത് ചെയ്യണം? നീ ഒന്ന് ആലോചിച്ച് നോക്കിയടാ, അവിടെ നിന്ന് വന്നിട്ട് ഇവിടെ ഇത്രയും പേര് ബ്രേക്ക് പിടിച്ച് വളച്ചു കയറ്റിയത്. അവൻ ബ്രേക്ക് പിടിച്ചു നോക്ക്. അണ്ണന്റെ മുമ്പിൽ മാസട്ടാ വന്നതാ. ഇവിടെ ഡ്രിഫ്റ്റ് ചെയ്ത് നിർത്താനുള്ള പ്ലാൻ ആയിരുന്നു കേട്ടാ. അപ്പാപ്പൻ ടർഫ് ചെയ്തിട്ട് വരത്തുള്ളായിരിക്കും അല്ലേ? കഴിയാൻ തോന്നുന്നു പറയുന്നുണ്ട്. അപ്പാപ്പൻ ഇവിടെ മാറുണ്ടോ? അപ്പാപ്പൻ കം ടു ടിവി. അയ്യോ അപ്പനായി പോയി വീണ്ടും. എന്തായാലും അപ്പാപ്പനൊരു സന്തോഷമായിരുന്നു. അപ്പാപ്പൻ തോന്റെ മണ്ടയിരിപ്പുണ്ട്. ഏതിന്റെ മണ്ടേ? അതിന്റെ മണ്ടയിൽ. എന്റെ കഴിഞ്ഞ ദിവസത്തോടെ പറഞ്ഞതേ ഉള്ളു. എന്റെ അപ്പാന്ന് വിളിച്ചത്. ഓ അകത്ത് എന്റെ ഹെലിയുടെ മണ്ടയില് ഹെലി ഇറക്കണെടുത്ത്. അലക്സിനോട് കമ്മ്യൂണിക്കേഷൻ ബ്രോ അതൊക്കെ പയ്യെ പയ്യെ സെറ്റ് ആയിക്കോളും അവനൊക്കെ. ഇവിടെ എല്ലാരും ഇവിടെ വന്നപ്പോ ഏബലൊക്കെ വാ തുറക്കുമായിരുന്നു. ആരൊക്കെ ഉണ്ട് ഏബല് ഡസ്റ്റർ ജോക്കി? ജോക്കി ഇത് എന്റെ ഉടുപ്പാ ജോക്കി. ഇത് ജോക്കി അതിന്റെ പുറകെ പരുന്ത് വാസുന്നല്ലേ ജോക്കി? ജോക്കി അങ്ങനല്ല ഞാൻ അങ്ങനെ പറഞ്ഞല്ല. അങ്ങനെ പറഞ്ഞല്ല ജോക്കി. വിഷമമായിക്കോട്ടോ മനസ്സിൽ കൊണ്ട് ജോക്കി അങ്ങനല്ല ജോക്കി ഞാൻ പറഞ്ഞു. നിങ്ങൾ തുണിയില്ലാണ്ട് അത് പ്രശ്നമാവേ. ഇല്ല ജോക്കി ചെയ്തിട്ടോ. ജോക്കി ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് വിഷമം. ജോക്കി ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് വിഷമം. ഞാൻ ഇപ്പൊ തന്നെ ഇറങ്ങും സിറ്റിന്ന്. റിക്രൂട്ട്മെന്റ് ക്യാൻസൽ ചെയ്തു. ഞാൻ ഇറങ്ങും. സത്യോടെ ഞാൻ സിറ്റിന്ന് ഇറങ്ങും. സത്യോടെ ഞാൻ സിറ്റിന്ന് ഇറങ്ങും. ജോക്കി ഇറങ്ങും. സിറ്റിന്ന് ഇറങ്ങും. അപ്പാപ്പനോട് വന്ന സെറ്റ് അപ്പാപ്പൻ അപ്പാപ്പൻ പ്ലീസ് കം ടു ടിവി. എന്താ കോച്ച് പറഞ്ഞേ? റിക്രൂട്ട്മെന്റ് ഉണ്ട് അറിഞ്ഞൂടെ? ഇത് ഉത്തരവാദിത്തത്തിൽ എത്ര? നിങ്ങളൊരു കോലീഡർ അല്ലേ? ഞാൻ എല്ലാം റെഡിയാക്കുമായിരുന്നു. എല്ലാം റെഡി ആയോ? വന്നിട്ട് ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. രായ പേര് മാറ്റിട്ടേക്ക് വേണോ? രായ കൺഫേം അല്ലേ? മനീഷ് സുരേഷ് വേറെ ആരായിരുന്നു? ഒരാളുണ്ട്. മനീഷും സുരേഷും. എടാ മനീഷും സുരേഷും മാത്രമേ വന്നുള്ളോ? ആ ഓക്കെ. മനീഷ് സുരേഷ് രമേഷും ആണോ? ഹരീഷ് ടി വി സുരേഷ് ടി വി മനീഷ്. നമ്മൾ എന്തെങ്കിലും നല്ലൊരു ആർപ്പ് ചെയ്ത് വരാന്ന് പറയുമ്പോഴാണ് സിറ്റിയിലെ സെർവർ അടിച്ചു പോവാന്ന് പറഞ്ഞാൽ എന്തൊരു ചെയ്യും. നീ ഇപ്പൊ കാണിച്ച ഷോ എന്തായിരുന്നു? അമ്പത്തൂര് ഒന്ന് പറഞ്ഞു, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തത്. ബ്രേക്ക് നീ നേരെ കൂടെ അതല്ലല്ലോ ഗ്യാങ് ഹൗസിന്റെ എൻട്രൻസ്. ഗ്യാങ് ഹൗസിലോട്ടല്ലേ വരുന്നേ? നീ ഷോ കാണിച്ച് ഡ്രിഫ്റ്റ് ചെയ്ത് നിർത്താൻ നോക്കിയാൽ എനിക്ക് നല്ലതായിട്ട് അറിയാം. പിന്നെ ഗൈസ് നമ്മുടെ കോ ലീഡർ എന്ന് വരത്തില്ല കേട്ടോ. പുള്ളി മലേഷ്യയിൽ ഒരു അർജന്റ് ഡ്യൂട്ടിക്ക് പോയിരിക്കുകയാണ്.
പുള്ളിയില്ല. ബോസണ്ണന്റെ കുറവ് നേരത്താൻ പറ്റുമണ്ണ. പിന്നെ ഈസി ആയിട്ട് നിർത്താം, ഈസി ആയിട്ട്. എടാ സാവേജ് എന്തിയാ? സാവേജ് ഒന്നും വന്നല്ല. സാവേജ് എന്തിയാ? സാവേജ് നീ റേഡിയോ കണക്ട് ചെയ്തില്ല? റേഡിയോ ഞാൻ റെഡി ഉണ്ട്. ഞാൻ വന്നേ. സാവേജ് മാത്രം പറഞ്ഞ, സാവേജ് മാത്രം. എന്താ ഒരു കുറുകലൊക്കെ ഉണ്ടല്ലോ ശബ്ദത്തിൽ. ജലദോഷം പിടിച്ചടാ. ജലദോഷം പിടിച്ചതിന് മാത്രമാണോ അത്? ആ പിന്നെ നിനക്ക് പെണ്ണ് സെറ്റായെന്ന് പരക്കെ ഒരു കരക്കമ്പി ഉണ്ടല്ലോ ഇവിടെ. അണ്ണാ അതൊക്കെ ചുമ്മാ. ഞാൻ അണ്ണനെ പോലെ സിഗ്മയാണ് ഇപ്പോഴും. സത്യം പറ സാവേജേ, ഞാൻ സിഗ്മയല്ല. പേര് ഒലിവിയ. ശരിക്കും പേരെന്താ? ഒലിവിയ. അതെ. എത്ര നാളായി? 1 മാസമായി. എന്നിട്ട് നീ എന്നോട് ഒരു വാക്ക് പോലും പറഞ്ഞില്ലടാ. അണ്ണനിട്ട് പറഞ്ഞ വിഷമമെന്ന് വിചാരിച്ചു ഞാൻ ഇപ്പം ഏട്ടത്തി അമ്മയെന്നാ വിളിക്കുന്ന, അറിയാമോ? എനിക്ക് പെണ്ണില്ലാതെ ഞാൻ നടക്കുവാനാണോ നിന്റെ വിചാരം? അല്ലല്ല, എനിക്കറിയാലോ അണ്ണന് പെണ്ണിട്ട് ഇല്ലേ. ഉണ്ടോ അണ്ണാ? പിന്നെ അല്ലാതെ ഇഷ്ടം പോലെ. ഇതൊക്കെ എന്റെ പേഴ്സണൽ കാര്യം ഞാൻ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുക. അണ്ണറിയാമോ, ദർശനെ കാണുമ്പോ ഞാൻ ഇപ്പൊ ഏട്ടത്തി അമ്മന്നാ വിളിക്കുന്നത്. അത് വേണ്ട. അങ്ങനെ അത് വേണ്ട. എന്താ തറയല്ലേ? ഇല്ല, അണ്ണൻ അനുഗ്രഹം വാങ്ങാൻ വേണ്ടി ഒരുപാട് ട്രൈ ചെയ്ത് കിട്ടാൻ അതീ പോകുന്ന കേട്ടില്ല. ഒരുപാട് ട്രൈ ചെയ്തിട്ട് കിട്ടാതെ പോകുന്ന അമ്പത്തൊരു ഒലിവിയെ എല്ലാരെയും അമ്പത്തേര് നോക്കാൻ കുട്ടികൾ ടിവിയിൽ വരും. നിനക്ക് എനിക്ക് എന്നെ ഇഷ്ടപ്പെടുന്നവരെ സെറ്റാക്കണമെന്നാണ് ആഗ്രഹം. ഇവരൊക്കെ ഇങ്ങനെ 24 അതല്ലേലും അങ്ങനെയല്ലേ, നമ്മളെ ഇഷ്ടപ്പെടുന്നവരെ സെറ്റ് ആക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇവര് ആർക്കും ഇഷ്ടമല്ല. അണ്ണ അറിഞ്ഞ ആഴ്ച പിടിച്ചവൻ. ഇല്ല അണ്ണ, ഞാൻ എന്റെ അണ്ണനെ കണ്ടാ പഠിക്കുന്നത്. ഞാൻ അണ്ണനാണ്. അത് വേണ്ട. നീ കാണിക്കുന്ന പോക്കൃത്തരൊക്കെ അപ്പൊ എന്നെ കണ്ട് പഠിച്ചെന്ന് നാളെ പറഞ്ഞു നടക്കാനാ. വെള്ളം ചോദിച്ച ഐശ്വര്യ പിടിച്ച് എന്താടാ തമ്മിലടിച്ച് ചത്തായി അടുത്ത അടിയാണേ. ഹലോ സോറി. ഞാൻ ഇട്സ് അല്ലേ നിനക്ക് പെണ്ണൊന്നും ആയില്ല? നീ ട്രൈ ചെയ്യുന്നുണ്ടോ? ട്രൈ ചെയ്യുന്നുണ്ടാ? ആരെയാണ് നീ ട്രൈ ചെയ്യണേ? അതെ വേറെ ആരും പേരല്ലേ വന്ന? ആര് വന്നാലും വെടി വെച്ചിടും. വാ. ഹലോ അണ്ണാ, പോസിറ്റീവ് ആണോ എന്നിട്ട് പറഞ്ഞിട്ട്? നീ 2 മോണ്ടേജ് ഒക്കെ എടുത്തൊക്കെ കാണിക്കും ഇവിടെ സിറ്റിയിൽ ഒരു സ്ക്രീനൊക്കെ ഇട്ട്. അങ്ങനെ വേണ്ട. ഇല്ല, വേറെ സംസാരിച്ച് ഇംപ്രസ് ചെയ്യാൻ എന്തായാലും നിന്നെ കൊണ്ട് പറ്റില്ല. നീ അവള് മലയാളിയാണോ? മലയാളി. നിന്റെ മലയാളം ഭയങ്കര വീക്കാ. പറ കേക്കട്ടെ. മലയാളത്തിൽ ഒരു മിനിറ്റ് സംസാരിച്ച് എന്നോട് കേക്കട്ടെ. നിനക്ക് വേണ്ടി ഞാൻ ഉണ്ടടി, നീ വിഷമിക്കണ്ടേ. എന്താ? നിനക്ക് വേണ്ടി ഞാൻ ഉണ്ടടി, വിഷമിക്ക വേണ്ട. അങ്ങനെ വിഷമിക്ക വേണ്ടല്ല, വിഷമിക്കല്ലേ. പിന്നെ ഈ എടീന്ന് വിളിക്കുമ്പോ ഒരു സ്നേഹം ഇല്ലാത്തതുപോലെ ഫീൽ ചെയ്യും, മനസ്സിലായ? ഇല്ലടാ, അടിയെന്ന് വിളിക്കും. നീ കുറച്ചുകൂടെ റൊമാൻറ്റിക് ആവണം. ഡാന്ന് വിളിക്കണം. ഡാന്ന് വിളിക്കുന്ന പറഞ്ഞാൽ ആണുങ്ങളെ മാത്രമല്ല ഡാന്ന് വിളിക്കുന്നത്. നമ്മൾ ഈ സ്നേഹത്തോടെ പെണ്ണുങ്ങളെ ഡാന്ന് വിളിക്കാം. എന്താടാ കുട്ടാ, അല്ല എന്താടാ, നിനക്ക് ഞാനില്ലേടാ, അങ്ങനെ കെയറിങ് ഫീൽ ചെയ്യണം. ഓക്കെ, അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം അടുത്ത വട്ടം. നാളെ ട്രൈ നോക്കാം. ഓക്കെ.
എന്തായാലും ഓൾ ദ പെണ്ണുടി ബെസ്റ്റ്. കേസായ അടുത്ത പെണ്ണുടി കേസിന്റെ ഇപ്പൊ പോയാ അത് പറഞ്ഞപ്പോഴാ ബോബെ വന്നേ മേലോട്ട് ബോബ് വന്നേ. അതല്ല വേറെ കാര്യം. പറയണ ഞാൻ കാര്യം പറയട്ടെ. ഇതെന്നാ ഈ സിറ്റിയിൽ ആരോ പറഞ്ഞു പറ്റിച്ചു വെച്ചിരിക്കുകയാണ് ജോക്കിയെ മേയർ ഇലക്ഷൻ വരുമെന്നൊക്കെ. ഞാൻ 2 ദിവസം മുമ്പിച്ചില്ല, ഞാൻ നിർത്തി. പിന്നെ അങ്ങനെ ഒരു സംഭവം ഇല്ല സിറ്റിയില്. പുള്ളി വഴിയെ കാണുന്നവരുടെ അടുത്തൊക്കെ വിനയം. ഇന്നലെ ഞാൻ നോക്കിയോ, കഴിഞ്ഞ ദിവസം നോക്കിയപ്പോ TJയുടെ അടുക്കള കയറി പഴങ്ങഞ്ഞൊക്കെ വാരി കുടിക്കുന്നത്. കലക്കി കൊടുത്ത് കമ്പനി ഷർട്ടൊക്കെ തേച്ചു കൊടുത്ത് ഭയങ്കര വിനയം. പുള്ളി എല്ലാവരുടെ അടുത്തും ഭയങ്കര വിനയം. ഇപ്പൊ പുള്ളിയാണ് കോംപ്രമൈസ്, ഇപ്പൊ ഇവിടുത്തെ കോംപ്രമൈസ് സാധനം. എവിടെയെങ്കിലും ഇപ്പൊ പെണ്ണ് കേസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അന്ന് പോയി അത് ഇടപെട്ട് അത് തീർത്തു കൊടുക്കും. പുള്ളി വോട്ട് കിട്ടുന്നുള്ള ഇന്റൻഷന്റെ പുറത്താണ്, മനസ്സിലായോ? ചുമ്മാ അങ്ങനെയൊന്നും ഇല്ല. അത് എത്രക്കെ വോട്ട് മേളിലോട്ട് കയറി പോയ കഴിഞ്ഞാലും നമ്മുടെ ഒരു ലെവൽ ഉണ്ടല്ലോ, ആ ലെവലിൽ തന്നെ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയാലേ കാര്യമുള്ളൂ. ആ ഒരു ഗ്രാഫ് സത്യം പറഞ്ഞാൽ അങ്ങനെ തന്നെ കൊണ്ടുപോകണം. അത് മേലോട്ട്, താഴോട്ടല്ല മേളിലോട്ട്. മേളിലോട്ട് അത് താഴൂലല്ലോ അണ്ണാ. അതെ നമ്മള് ജീവനോടുള്ളപ്പോഴേ. അതെ ഞാൻ നമുക്ക് വേറെ ദിവസം കറക്റ്റ് ഡിസ്കസ് ചെയ്യാവേ. സംസാരിക്കണ്ട്. ഈ പുസ്തകം എടുത്ത് കൊടുക്കും, പുള്ളിക്ക് നല്ല പ്രശ്നമുണ്ട്. 50 പുസ്തകം. Adi S1 is hosting with 20 viewers. Thank you so much, Adi. Adi, thank you so much. Thank you so much, Adi. Pincelot, എനിക്ക് അറിഞ്ഞൂടാ ബ്രോയെ ഹോസ്റ്റ് ചെയ്തതിൽ എന്തായാലും താങ്ക് യു സോ മച്ച് പിൻസലോട്ട്. അണ്ണ അറിഞ്ഞണ്ണ 50 RDR ബാൻ കിട്ടി. എന്തൊക്കെ തരം ആൾ. ബോബെ നിന്റെ സ്റ്റിക്കിന്റെ കേസ് സിൻഡിക്കേറ്ററിന്റെ ലീഡർ ആണ് ആണോ ബ്രോ? താങ്ക് യു സോ മച്ച് ആദി. താങ്ക് യു എടാ വാ എല്ലാരും എത്തില്ലേ? റെഡിയല്ലേ രായ? റെഡിയല്ലേ രായൻ? ഹലോ, രായൻ കത്തിപ്പോയെന്ന് തോന്നട്ടെ. രായൻ ഇവിടെ ഇല്ല. സ്റ്റിക്ക് ബോബ് സിൻഡിക്കേറ്റ് ആണോ? സിൻഡിക്കേറ്റ് ആണോ? കേക്കാവോ? ആ പറടാ പറ. അടുത്ത സെറ്റ് ആവാൻ പോകുന്ന ആളാണ് എന്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. ആര്? നീയാ? അതെനിക്കറിയാലോടാ, അതെനിക്കറിയാലോ. ആ എന്നാ എന്റെ കാര്യം ഞാൻ പറയൂല. അതായത് ആ ഫ്രണ്ട് വെള്ളം ഇന്ന് സെറ്റ് ആവും. ഇന്ന് ഇറ്റാച്ചിയോ? ഇറ്റാച്ചില്ല നീ. ഞാനോ? നീല ഓൾറെഡി കമ്മിറ്റഡ് അല്ലേ? ഇല്ല ഇന്നാവും. സൈഫർ ഫ്ലാറ്റ് ഹാസ് ബീൻ ടേക്കൺ ഓവർ ബൈ സൈഫർ ഫ്ലാറ്റ് ആറിലായിരുന്നു, ഐഡന്റിറ്റി അല്ലേ? വിവേക്സിന്റെ കയ്യിലായിരുന്നു. അപ്പൊ അത് ന്യൂട്രലൈസ് ചെയ്താണോ ഇന്ന്? എടാ രായ വന്നോ? രായ റെഡിയല്ലേ? ഓൾറെഡി അല്ലേ? അപ്പാപ്പ ഒന്ന് വരുമോ ഇങ്ങോട്ട്? അപ്പാപ്പ വരുമോ? ഓ ഇതൊക്കെ മിസ്യൂസ് ഓഫ് പവേഴ്സ് ആണ് ഇതൊക്കെ. ഇത് അവിടെ ഇവിടെ വരെ നടന്നു വരാൻ പറ്റൂലേ? ഹലോ പവർ ഉണ്ട് നമുക്ക് സിറ്റിയില്. പവർ അടിച്ചെങ്കിൽ ഞാനോർത്ത് ഇവരെ ഡ്രാഗ് ചെയ്തതാണോ? അതെ. ജോക്കി എടുക്കാൻ പറഞ്ഞായിരുന്നു, ഞാൻ എടുത്തോടെ കൊണ്ടുവച്ചില്ല. ഇപ്പൊ ഉള്ളി 2 സെക്കൻഡ് ഡിലേ ഉണ്ട്. ഇപ്പൊ വരും പുള്ളി നമുക്കറിയാലോ ഇതൊക്കെ എത്ര കാലമായി. ചിലപ്പോ വേറെ വല്ലയിടത്തും ആയിരിക്കും വാസവനെ. അപ്പ 4 പേരായിട്ട് ഞാൻ എന്താ ഇവിടെ ഇങ്ങനെ നിന്നിട്ടുണ്ട്. അപ്പ അന്ന് എന്റെ റിക്രൂട്ട്മെന്റിന്റെ ദിവസമല്ലേ വാസവനെ? ആ സത്യം.
അത് നാലും ഇല്ലായിരുന്നു രണ്ടുപേരും എത്തിയട്ടാ ജോക്കി പരക്കെ സിറ്റിയില് ജോക്കിയെ പറ്റി ഒരു പെങ്കൊച്ചിന്റെ പേരിൽ അലിഗേഷൻ അറിയുന്നുണ്ട് ചേട്ടാ. എന്തോ കാത്തിയുടെ എടാ അത് ആ പെണ്ണ് വട്ടം കണ്ടാടാ പെണ്ണിനെ വട്ടം എന്ന് പറയണത് പണ്ടേ ഉള്ള സൂക്കടാ. കാര്യമൊക്കെ പറ. എടാ ഇല്ലടാ എന്തുവാടാ ഈ പറയുന്നേ? എടാ അതിന് വട്ട അതിന് ആക്ച്വലി അതിന് ജോണി മാമനെയാണ് ഇഷ്ടം. എടാ ആക്ച്വലി ഞാൻ ഇതെന്തുവാ ഇത് നേരെ നിൽക്കുക. റെഡിയാണോ രായ? ഞാനേ ഒരു സഹായം കൂടെ ചെയ്തിട്ടോ വാസുവിന്. ചെയ്തിട്ടോ അപ്പോഴത്തേക്ക് ഞാൻ ഇവിടെ അടുത്തൊന്ന് പറയട്ടെ. സോ ഗൈസ്, ഇന്ന് ശരിക്കും പറഞ്ഞാൽ ടി വിയിൽ 4 റിക്രൂട്ട്മെന്റ് ഉണ്ട്. അതിൽ 3 പേരെ ഇന്ന് ഞാൻ അനൗൺസ് ചെയ്യത്തുള്ളൂ. 3 ഞാൻ ഓൾറെഡി ഇട്ടേക്കുന്നത് 3 പേരെയാണ്. അതിൽ ഒരാളുടെ കാര്യത്തിൽ നമ്മൾ കൺഫർമേഷൻ ആയിട്ടില്ല. ആ കാര്യം കൺഫേം ആയതിനു ശേഷം ആ റിക്രൂട്ട്മെന്റ് അനൗൺസ് ചെയ്യത്തുള്ളൂ. അത് മോസ്റ്റ്ലി ഞാൻ അടുത്ത ലൈവിലല്ല നല്ല ഒരു 2 ദിവസം ഡ്രീമറോട് അവിടെ പോയിട്ട് വന്നതിന് ശേഷം എല്ലാം തീരുമാനിച്ചതിന് ശേഷം ഉണ്ടാവുള്ളൂ. പക്ഷേ ഇന്ന് 3 പേരുണ്ട്. കഴിഞ്ഞ വട്ടത്തെ പോലെ ഞാൻ ഒരാളെ മാത്രം കൊണ്ടുവന്നിട്ട് ഇതാക്കുന്നതല്ല. ഇന്ന് 3 പേരുണ്ട് നമുക്ക് റിക്രൂട്ട്മെന്റ്. അത് 100% ഉറപ്പാണ്. 3 റിക്രൂട്ട്മെന്റ് ഉണ്ട്. പിന്നെ അപ്പാപ്പൻ അങ്ങോട്ട് വന്നായിരുന്നല്ലോ. അപ്പാപ്പൻ തിരിച്ചു വരട്ടെ, എന്നിട്ട് അനൗൺസ് ചെയ്യാം. സോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അവർ ഫാമിലീസ് ഗെറ്റിംഗ് ബിഗർ ആൻഡ് ബിഗർ. പക്ഷേ ഇത് ഈ പറയണതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ഈ ഒരു ഒത്തൊരുമ, ഞാൻ ഒരു കാര്യം പറയാൻ എല്ലാവരുടെ അടുത്തും, ഇത് എൻ്റെ മനസ്സിൽ ആലോചിച്ചതിൻ്റെ അപ്പുറത്തോട്ട് ടി വിയെ വളർത്തുക ഇപ്പോൾ. അല്ലാതെ നിങ്ങൾ മോശമായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ കുറവാണെന്ന് പറഞ്ഞോ ഉള്ളൊരു കാര്യം കൊണ്ട് അല്ല ഈ റിക്രൂട്ട്മെൻറ്റ്സ് എടുക്കുന്നത്. നിങ്ങൾ ഈ നിൽക്കുന്ന എൻ്റെ ഡ്രീം ടി വിയാണ്. അതെനിക്ക് പറയാതിരിക്കാൻ വയ്യ. ഞാൻ എന്താണോ മാനിഫെസ്റ്റ് ചെയ്തത്, ഞാൻ എന്താണോ എവിടെ എത്തിക്കണമെന്നാണോ വിചാരിച്ചത് അവിടെ എത്തി നിൽക്കുകയാണ്. നിങ്ങളിപ്പോൾ ഈ ഉള്ള മെമ്പേഴ്സ് അടക്കം എല്ലാവരും. സോ അതെനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. ആൻഡ് താങ്ക് യു സോ മച്ച്. ഇത്രയും നമ്മുടെ ഒരു ഗ്യാങ് ഒരു ഡൗൺ ടൈമിൽ നിന്ന് നമ്മളിവിടെ വരെ എത്തി നിൽക്കുന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. നമ്മൾ റീബിൽഡിന് ശേഷം 45 വാറാണ് ജയിച്ചത്. ഈ 45 വാറിൽ ഈ 45 വാറിൽ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്കൊരു സെക്കൻഡ് ഞാൻ ഒന്ന് എടുത്തോട്ടേടാ. അറൗണ്ട് 45 വാറാണ് നമ്മൾ ഈ റീബിൽഡിന് ശേഷം നമ്മൾ ജയിച്ചത്. അതിൽ നമ്മൾ തോറ്റതെന്ന് പറഞ്ഞാൽ 1 2 3 4 5 വാറാണ് നമ്മൾ. 50 വാറ് കളിച്ചതിൽ 45 വാറും നമ്മൾ ജയിച്ച്. 50 വാറ് കളിച്ചതിൽ 45 വാറും നമ്മൾ ജയിച്ച്. ഇതിൽ ഇൻ ബിറ്റ്വീനിൽ നമുക്ക് ഓരോ തോൽവികളുണ്ട്. ഈ തോൽവികൾക്ക് ശേഷം നമ്മൾ എങ്ങനെയാണ് തിരിച്ചു വന്നതെന്ന് നിങ്ങൾ ജസ്റ്റ് ആ ഒരു ലിസ്റ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ലൈക്ക് ഒരു തോൽവി വന്നു കഴിഞ്ഞാൽ 6 എണ്ണം തോറ്റ് അവരെ അടിച്ച് നമ്മൾ ഇതാക്കി വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ കൂട്ടത്തിൽ സിറ്റുവേഷൻ എടുക്കാതെ പേടിച്ച് പോയവന്മാരുണ്ട്. നമ്മൾ വൺസ് ഒന്ന് സ്ട്രോങ് ആയി കഴിഞ്ഞതിന് ശേഷം, മനസ്സിലായ? ഇപ്പോൾ കറൻ്റ്ലി നമ്മൾ 15 സ്ട്രീക്കിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ സ്ട്രീക്ക് മെയിൻറ്റെയിൻ ചെയ്യലല്ല നിങ്ങളുടെ ഡ്യൂട്ടി. ഈ സ്ട്രീക്ക് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട. ഞാൻ ഇപ്പോഴും പറയുകയാണ്, ഈ സ്ട്രീക്ക് മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുന്നത് ഒരു പ്രഷർ നിങ്ങൾക്ക് ഒരിക്കൽ പോലും വരാൻ പാടില്ല. വാർ തോറ്റ അത്രേ ഉള്ളൂ. നമുക്ക് ഈ തോക്കുന്ന ആരായിട്ടാണോ അവരെ നമ്മൾ തിരിച്ചടിക്കുക, അത്രേ ഉള്ളൂ. ഈ സ്ട്രീക്കിലൊന്നും ഒരു കാര്യമില്ല, മനസ്സിലായോ? നമുക്ക് സ്ട്രീക്കേ വേണ്ട. പക്ഷെ കറൻ്റ്ലി നമ്മൾ 15 സ്ട്രീക്കിലാണ് നിൽക്കുന്നത്. സോ ഞാനിത് നമ്മുടെ ഒരു ഗ്യാങ് നിൽക്കുന്ന ലെവലിനെ പറ്റി പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇത് എടുത്തു പറഞ്ഞത്. അല്ലാതെ ഈ സ്ട്രീക്ക് മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുന്ന സാധനം എനിക്ക് വേണ്ട. അങ്ങനെ ഒരു പ്രഷർ നിങ്ങളിൽ ഒരാൾക്ക് പോലും ഉണ്ടാകാൻ പാടില്ല, മനസ്സിലായ? അതാണ് നമ്മൾ മുന്നോട്ട് മര്യാദയ്ക്ക് പോകുന്നത്. നമ്മൾ തോക്കുന്ന ആരെയാണോ അവരെ നമ്മൾ ഒരു വട്ടം നമ്മൾ അവരോട് തോറ്റാൽ 3 വട്ടം നമ്മൾ അവരെ തിരിച്ചടിക്കുക, അത്രേ ഉള്ളൂ. അതാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് ഇനി കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്ന കാര്യം. ഞാൻ ഇത് എത്ര എടുത്ത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു തോന്നൽ വരാൻ പാടില്ല നിങ്ങൾ ബെറ്റർ അല്ലാത്തത് കൊണ്ടാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ്സ് വരുന്നത് അല്ലെങ്കിൽ പുതിയ ആൾക്കാർ വരുന്നതെന്ന്. എനിക്ക് കിട്ടാവുന്നതിൽ ദ ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് അസറ്റ്സാണ്. അപ്പോൾ എല്ലാവരുടെ അടുത്തും താങ്ക് യു സോ മച്ച്. ആ റീബിൽഡ് തൊട്ട് ഇവിടെ വരെ ടി വിയെ ഈ ഒരു ലെവലിൽ കൊണ്ട് നിർത്തിയതിൽ നിങ്ങൾക്ക് ഈച്ച് ആൻഡ് എവറി മെമ്പേഴ്സിന് ഒരു വലിയ റോളുണ്ട്.
അതിന് ഞാൻ വലിയൊരു താങ്ക് യു പറയുകയാണ്. ആസ് എ ലീഡർ എൻ്റെ സൈഡിൽ നിന്ന് ഞാനൊരു വലിയ താങ്ക് യു ഈച്ച് ആൻഡ് എവരി മെമ്പേഴ്സിനോട് താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് വിത്ത് മീ ത്രൂ ഔട്ട് ദ ജേണി. അതിനെനിക്കൊരു സ്പെഷ്യൽ താങ്ക്സ് പറയണം എല്ലാവരോടും. അപ്പാപ്പനോടും അതുപോലെ തന്നെ ജോക്കിയോടും ചന്ദ്രനോടും അങ്ങനെ കുറേ പേര്, പിന്നെ പോയ നമ്മുടെ അതിനകത്ത് ഇനാക്റ്റീവ് ആയിരുന്ന ആൾക്കാരൊക്കെ തിരിച്ചു വന്നു, എല്ലാവരും വന്നു. സോ അപ്പം നമ്മുടെ ഫാമിലിയിലോട്ടൊരു 3 പുതിയ മെമ്പേഴ്സ് കൂടി ഇന്ന് വരുന്നുണ്ട്. സോ അവരെയും കൂടെ ഞാൻ വെൽക്കം ചെയ്യുവാണ്. സോ ആദ്യം തന്നെ ഇത് ടി വിക്ക് എൻ്റെ മൊത്തത്തിൽ, അതായത് വെറും ഒരു എന്താ പറയുക, ഒരു പ്ലെയർ മാത്രമായിട്ടുള്ളൊരു റിക്രൂട്ട്മെൻ്റ് അല്ല, നമ്മുടെ ടി വിയിലെ ഫാമിലിയിലൊരു നല്ലൊരു അസറ്റ് കൂടിയാണ് നമുക്ക് അവൻ. PvP വൈസും ബാക്കി എല്ലാ വൈസും നമുക്കൊരു നല്ലൊരു അഡീഷനാണ്. ഐ ആം വെൽക്കമിങ് KVA നിഞ്ച ടു TVA as TVA നിഞ്ച. നമ്മുടെ ഡെവലപ്പറും അതുപോലെ തന്നെ നമ്മുടെ പ്ലെയറുമായിട്ട് TVയിൽ ജോയിൻ ചെയ്യുന്ന പ്ലെയറാണ് നിഞ്ച. വെൽക്കം ടു TVA. നിഞ്ച വെൽക്കം. നിഞ്ച 2 വാക്ക് സംസാരിക്കണം. ഒരു കാര്യം ചെയ്യും, ഇവരോട് സംസാരിക്കുമ്പം താ വെച്ച് മാത്രം സംസാരിക്കാൻ പറ. മനസ്സിലാവും. അതെന്താ അങ്ങനെ പറഞ്ഞേ? നിഞ്ച താങ്ക് യു എന്ന് പറഞ്ഞാടാ. താങ്ക് യു. താറാവെന്നൊന്ന് പറഞ്ഞേ. താറാവ് അതെന്താ? എടാ നീ സത്യം ഇവന്റെ ഇവിടുത്തെ സംസാരം കേട്ടെ, നമ്മുടെ ഇവന്റെ മലയാളം വെർഷൻ പോലുണ്ട് ഡെസ്ട്രോടെ അല്ലേ? ചെറുതായിട്ട് പറയടാ, 2 വാക്ക് സംസാരിക്കേ. താങ്ക് യു TVയിൽ വിളിച്ചതിന്. എന്താ പറയണതല്ലേ പെട്ടത് വെച്ചോളെ. അപ്പൊ ഞാൻ ഇവർക്ക്, എടാ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു, നമ്മുടെ കഴിഞ്ഞ TVയുടെ ഇവന്റും KVയുടെ ഇവന്റും എല്ലാം ഡെവലപ്പ് ചെയ്തത് നിഞ്ചയും കൂടെയാണ്. സോ നമ്മളൊരു ഡെവലപ്പറായിട്ട് മാത്രമല്ല, അവനെ നമ്മുടെ ഒരു ഫാമിലി മെമ്പർ പ്ലസ് ഒരു പ്ലെയർ ആയിട്ട് തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. സോ ഇനി നമ്മുടെ അങ്ങോട്ടുള്ള മുന്നോട്ടുള്ള വൈമാപ്പുകളും RPകളും എല്ലാം ഡെവലപ്പ് ചെയ്യുന്നത് നിഞ്ചയും അവൻ്റെ ടീമും ആയിരിക്കും. അപ്പോൾ ആ ഒരു സപ്പോർട്ട് നമുക്ക് നിഞ്ചയുടെ കയ്യിൽ നിന്നുണ്ടാവും. നിഞ്ച അപ്പം എനിവേ വെൽക്കം ടു TVA. താങ്ക് യു. എന്തായാലും ഉണ്ട് ഫുൾ സപ്പോർട്ട്. പിന്നല്ല, വെൽക്കം നിഞ്ച മേളോട്ട് പോയിട്ട് വെൽക്കം നിഞ്ച എന്ന് പറയുന്നൊരു സാധനം വേണമല്ലോ. അത് ഇന്നും ഡെവലപ്പ് ചെയ്യണമായിരുന്നല്ലേ? അതെ, ചെയ്യണമായിരുന്നു. എല്ലാം പെട്ടെന്ന്. ഓക്കെ. അപ്പൊ ഞാൻ ഇപ്പൊ അപ്പുറത്തോട്ട് ആക്കിയിട്ട് വരാം. വാ. അപ്പൊ വെൽക്കം നിഞ്ച. ഇന്നോട്ട് ഇത് തൊട്ടായാലോക്കാണ്. ഇത് അപ്പുറത്തായിരുന്നു വീട്, ഇതൊക്കെ ഇപ്പൊ തൊട്ടിപ്പുറത്ത്. ഓക്കെ. എടാ അവനൊരു വെൽക്കം പറയണം എല്ലാരും. ഒരു KVA ഡൗൺ. KVA കളിക്കുന്ന പ്ലെയർ അല്ല ഗൈസ്. KVA ഡൗൺ ആവാൻ വേണ്ടി KVA കളിക്കുന്ന പ്ലെയർ അല്ല. KVA അവൻ കളിക്കുന്നില്ല. KVA കറന്റ് അപ്പൊ അവൻ KVA ലൈനപ്പിൽ കളിച്ചോണ്ടിരിക്കുന്ന പ്ലെയർ അല്ലല്ലോ. അപ്പാ അല്ല KVA കളിക്കുന്ന പ്ലെയർ അല്ല. അവൻ കുറച്ച് നാളെ ഡിലേ വന്നോ? ഹലോ അല്ല, അത് മറ്റേ 2 സെക്കൻഡ് ഡിലേ. 1 സെക്കൻഡ് ഇപ്പൊ റെഡിയാവും. ഓ ലൈവിൽ എടുത്താക്കിയല്ലേ? റെഡിയായി. ജോക്കി കേക്കാവോ? ജോക്കി AFK നിക്കല്ലേ ജോക്കി? ഓക്കെ. അസുമനെ നിഞ്ച എന്ന് പറയുന്ന വ്യക്തി ഇപ്പൊ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ പോലും അവൻ മീൻസ് ഇതിനു മുന്നേ ആക്റ്റീവായിട്ട് KVയിൽ കളിക്കുന്നില്ലായിരുന്നു. പക്ഷെ ഇതേപോലെ KVക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും അവനാ ചെയ്തു കൊടുത്തോണ്ടിരുന്നത്. അവരുടെ ഇവന്റ് കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ടെന്ന് കരുതിയിട്ട് അവൻ അത് ചെയ്യാതിരിക്കത്തില്ല. അവൻ ചെയ്യുന്ന ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അത് കുഴപ്പമില്ല. കൊടുക്കാം. സോ രണ്ടാമത്തെ റിക്രൂട്ട്മെന്റ് ഒരു PvP പ്ലെയർ ആണ്. ഒബ്വിയസ്ലി PvP പ്ലെയറും അതുപോലെ തന്നെ സംസാരിക്കാനും എല്ലാം കഴിവുള്ള ഒരു പ്ലെയർ ആണ്. നമുക്ക് TVക്ക് നല്ലൊരു അസറ്റായിരിക്കും എന്തുകൊണ്ടും, അതെനിക്ക് ഉറപ്പാണ്. സോ വി ആർ വെൽക്കമിങ് സ്റ്റാലിൻ ടു TVA. TVA സ്റ്റാലിൻ. വെൽക്കം ടു TVA സ്റ്റാലിനെ.
അണ്ണാ സ്റ്റാൻലേ വെൽക്കം മോനെ. താങ്ക് യു താങ്ക് യു താങ്ക് യു. താങ്ക് യു, നീ വന്നതിന് താങ്ക് യു. അപ്പൊ ഒരു 2 വാക്ക് സംസാരിക്കേ. എനിക്ക് കളിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി തന്നതില് ഭയങ്കര താങ്ക്സ്. പിന്നെ ഒന്നാമത് ടെൻഷനാണ്, സംസാരം അതിനെ അറിയാലല്ലേ. ടെൻഷൻ എന്താ? ടെൻഷനല്ല, അതല്ല സെറ്റാണ് സെറ്റാണ്. ഓക്കെടാ, ഓൾ ഗുഡ്. അപ്പൊ എന്തുകൊണ്ടും ഞങ്ങൾക്ക് നല്ലൊരു അഡീഷനും നല്ലൊരു അസറ്റുമായിട്ട് എനിക്ക് തോന്നിയത് കൊണ്ടാണ് നിന്നെ ഞാനിപ്പോൾ ടി വിയിലോട്ട് കൊണ്ടുവന്നത്. അത് എന്ന് നീ അങ്ങനെ കീപ്പ് ചെയ്യും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, നിന്റെ എക്സ് ഗ്യാങ് ഇവിടെ ചോദിക്കുന്നത്, നീ ലാസ്റ്റ് ഡയോസിലല്ലേ കളിച്ചേ? ഡയോസിലായിരുന്നു, അത് കഴിഞ്ഞിട്ട് നോട്ടിലൂടെ കളിച്ചു. നോട്ടിൽ കളിച്ചാണ്, നോട്ടിൽ അതെ അതെ അതെ. ഓക്കെ, അപ്പൊ എന്തായാലും വെൽക്കം ഇടാ, വാ അങ്ങോട്ട് വിടാം, വാ. പിന്നല്ല, എടാ ഒരു വെൽക്കം കൊടുത്തതാ എല്ലാരും. ഞാനങ്ങ് പേടിച്ചു പോയെന്ന് ഒരു സെക്കൻഡ്. സോ ഇന്നത്തെ ഫൈനൽ റിക്രൂട്ട്മെന്റ് ആണ്. സോ ഈ ഒരു റിക്രൂട്ട്മെന്റും സംതിങ് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ് നമുക്ക്. സോ വി ആർ വെൽക്കമിങ് ബാക്ക് ഓക്സി ടു TVA as TVA ഓക്സി. വെൽക്കം ബാക്ക് ഓക്സി. വെൽക്കം ബാക്ക് കുട്ടിയെ, വെൽക്കം ബാക്ക്. താങ്ക് യു താങ്ക് യു താങ്ക് യു ഓക്സി. വെൽക്കം ബാക്കടാ. താങ്ക് യു അണ്ണാ. തിരിച്ചു വരാൻ പറ്റിയ ഹാപ്പിയാണ്. ഇനി മുന്നോട്ട് ഹാപ്പി ആയിട്ട് തന്നെ നിൽക്കുക. എനിക്കറിയാം നീ കുറച്ച് പെട്ടെന്ന് മൈൻഡ് ഡൗൺ ആവുന്ന ആളാണെന്ന്. ഇനിയിപ്പോൾ എന്തൊക്കെ സിറ്റുവേഷൻസ് വന്നാലും നമ്മൾ സ്ട്രോങ് ആയിട്ട് മുമ്പോട്ട് പോകുന്നു, സെറ്റായിട്ട് മുമ്പോട്ട് പോകുന്നു, അത്രേ ഉള്ളൂ. പഴയതിനെക്കാട്ടും പവറായിട്ട് കാണുന്നു. ഓക്കെ, അത്രേ ഉള്ളൂ. വാ, നമുക്ക് എല്ലാവർക്കും അകത്തോട്ട് പോയി, ഇവനെ കൂടെ വാ വാ. സോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം. ഇവിടെ അറിയാൻ വന്നവർക്കും ഓക്സിക്ക് വെൽക്കം കൊടുത്തേ. വാ അകത്തോട്ട്. സൗണ്ട് മാറി ഓക്സിയുടെ, കൊറേ നാളായില്ലടാ. ഇതെന്താ ഗ്യാങ് ഹൗസ് പൂട്ടിയോ? ഹലോ, ആ സൗണ്ടൊക്കെ മാറി, എക്സ്പെക്റ്റഡ്. നിങ്ങളത് ഇത് നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. കാരണം ഇവരെ നിങ്ങൾ എൻ്റെ ബർത്ത്ഡേക്കൊക്കെ എൻ്റെ കൂടെ എൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷനും ബാക്കിയുള്ളതിനും എല്ലാത്തിനും നിങ്ങൾ ഇവരെ കൂടെ കണ്ടതാ. നിങ്ങൾക്കിത് ഈസി പ്രഡിക്റ്റബിൾ ആണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. ഞാൻ അത് വലുതായിട്ട് ഇതാക്കിയില്ല. എന്നാലും ഓക്സിജൻ ഞാൻ കുറെ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അതോട്ടോ. സ്റ്റിക്കിലൊന്നും തട്ടില്ലല്ലേ? ഇല്ല, സ്ട്രോങ് സ്റ്റിക്കാ. അതിപ്പോ നീക്കം പിടിക്കുന്നുണ്ടെന്ന് എനിക്കതിലെ പണി അവന്റെ സ്റ്റിക്ക് പിടിയത്. നിങ്ങൾ ഓരോ പ്ലേയേഴ്സിന്റെ സജഷൻ പറയുമ്പോൾ ഞാൻ ജസ്റ്റ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം പറഞ്ഞു. എല്ലാവരും ഒന്ന് ഇരിക്കുക, ഞാൻ എന്താ വരുന്നേ. നിങ്ങൾ ഓരോ പ്ലേയേഴ്സിന്റെ സജഷൻ പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു ടൈമിൽ ഇവിടുന്ന് പോയ കുറച്ച് പ്ലേയേഴ്സ് ഉണ്ട്. അപ്പം അതാ വരുന്നേ, ഒറ്റ മിനിറ്റ്. ഒരു ടൈമിൽ ഇവിടുന്ന് പോയ പ്ലേയേഴ്സിൽ ഒരാളാണ് ഓക്സി, ഇറ്റാച്ചി, രായന്, ഇങ്ങനെ കുറേ പേരുണ്ട്. സോ ആ ഇറങ്ങിപ്പോയ ആൾക്കാരിൽ ഒരുപാട് പേർക്ക് ഇവിടെ തിരിച്ചു കയറണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അത് ഞാൻ പേരൊന്നും എടുത്ത് പറയാനുള്ള, ഞാൻ പറയാം, ഒരുപാട് പേർക്ക് ഇവിടെ തിരിച്ചു കയറണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ ഈ ഇറങ്ങി നിന്ന സമയത്താണെങ്കിൽ പോലും ഇവിടുത്തെ കുറേ പ്ലേയേഴ്സായിട്ട് ഇഷ്യൂ ആയിട്ടുള്ള കുറേ പേരുണ്ട്. അതായത് അവർ തിരിച്ചു വന്നാലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയണം. ഇത് എൻഡ് ഓഫ് ദ ഡേ ഇതൊരു ഒറ്റ ആൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു സാധനമല്ല. എനിക്ക് ഇവരുമായിട്ട് സിങ്ക് ആവാത്ത ഒരാളെ പെട്ടെന്ന് ഒരു ദിവസം ഇവരുടെ ഇടയ്ക്കോട്ട് കൊണ്ടിട്ട് എനിക്ക്
എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല ഗൈസ്. നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇതിൽ നമ്മൾ കുറേ എല്ലാവരുടെ അടുത്തും അഭിപ്രായം ചോദിച്ചേടാ ഇന്ന ആൾ ഇവിടെ വന്നാൽ പ്രശ്നം ഉണ്ടാവുമോ, നിങ്ങൾ ഓക്കെ ആണോ, നിങ്ങൾ കളിക്കുന്നതിൽ ഓക്കെ ആണോ. അതിൽ സ്റ്റീവ് പേഴ്സണലി അവന് പറ്റാത്ത ആൾക്കാരെ പറ്റി പറഞ്ഞിട്ടുണ്ട്, ഇറ്റാച്ചിക്ക് പറ്റാത്ത ആൾക്കാരെ പറ്റി പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ കുറേ പേരെ പറ്റി പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? ലൈക്ക് എനിക്കത് നമ്മളിപ്പം നന്നായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. നമ്മൾ തോറ്റിരിക്കുന്ന സമയത്താണെങ്കിൽ ഈ പറയണത് പോലെ ഓക്കെ ഇവർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, പുതിയ ആൾക്കാർ വരാനും സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞാൽ ഓക്കെയാണ്. എടാ അവന്മാർക്ക് ടി വിക്ക് വേണ്ടി തരാൻ പറ്റുന്നതിൻ്റെ എക്സ്ട്രീം തരുന്നുണ്ട്. ഈ പറഞ്ഞ ഈ കയറി വന്ന ആരെങ്കിലും ഒരാൾ ഇനാക്റ്റീവ് ആണോ? ആരെങ്കിലും ഒരാൾ പെർഫോം ചെയ്യാതിരിക്കുന്നുണ്ടോ? കേസ് എല്ലാവരും ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ ഏകദേശം 48 പേരോ 50 പേരോ അടുപ്പിച്ചെന്തോ ആവാറായി. ഇതിൽ നിന്ന് വേണം എനിക്ക് 35 മെമ്പേഴ്സിനെ സോർട്ട് ചെയ്യാൻ. മനസ്സിലായോ? അതൊരു ഡിഫിക്കൽട്ട് ടാസ്ക്കാണ്. പക്ഷേ ബട്ട്സിൽ ഞാൻ ഒരു കാര്യം പറയാം കേസ്, എനിക്ക് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പിള്ളേരായതുകൊണ്ട് എനിക്ക് ഇവരൊക്കെ വന്ന് പറയണ സമയത്ത് എനിക്ക് വിഷമമുണ്ട്. എനിക്ക് പെട്ടെന്ന് ഒരു ദിവസം സ്ട്രെയിറ്റ് ഔട്ട് ഫേസ് നോ പറയാൻ പറ്റത്തില്ല. ഇപ്പം എനിക്ക് ഇങ്ങനെ പ്ലേയേഴ്സിനെ കൊണ്ടുവരേണ്ട ആവശ്യം സത്യം പറഞ്ഞാൽ ടി വിയിലില്ല. അത് കാണുന്ന നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പോൾ കറൻ്റ്ലി ഞാൻ ഈ കൊണ്ടുവരുന്ന ആൾക്കാരെയൊക്കെ ആണെങ്കിൽ പോലും എനിക്ക് അവരുടെ കരിയർ ഇല്ലാതായി പോകുന്നത് കാണാൻ വയ്യാത്തത് കൊണ്ടാണ് അവർക്ക് കളിക്കാൻ താല്പര്യമുള്ള ആൾക്കാരെ കുറച്ച് പേരെ തിരിച്ചു കൊണ്ടുവരുന്നത്. അതിൽ തന്നെ നമ്മൾ ബാക്കിയുള്ള മെമ്പേഴ്സിനോട് അവർ കംഫർട്ടബിൾ ആണോ എന്ന് ചോദിക്കേണ്ടത് എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. മനസ്സിലായ? അതുകൂടെ ഈ 2 ഫാക്ടർ കൺസിഡർ ചെയ്തിട്ടാണ് ഞാനിപ്പോൾ റിക്രൂട്ട്മെൻറ്റ്സ് കാര്യങ്ങൾ ഇതാക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയേ, ഇനി ഞാനിത് ബിൽഡ് ചെയ്ത് എല്ലാവരെയും തിരിച്ചുകൂടെ കൊണ്ടുവരുവാണെങ്കിൽ എനിക്കതൊരു ഡിഫിക്കൽട്ട് ടാസ്ക് ആവും ഭയങ്കര ഫ്യൂച്ചറിൽ. അപ്പോൾ ലോക്കിയുടെ ഒക്കെ കേസ് ഞാൻ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് പറഞ്ഞായിരുന്നു. ഇവിടുത്തെ മെമ്പേഴ്സ് കുറേ പേർക്ക് ഈ പറയണത് പോലെ പ്രശ്നങ്ങളുണ്ട്, ഈ പറയണത് പോലെ ഇഷ്യൂസ് ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ ഉള്ളത് കൊണ്ടാണ് നന്നായിട്ട് നിൽക്കുന്ന ഒരു സാധനം വെറുതെ ഒരാളെ നമ്മൾ കൊണ്ടുവന്ന് ഈഗോ ക്ലാഷ് ഉണ്ടാക്കി അവൻ്റെയും ഇവൻ്റെയും കരിയർ നശിപ്പിച്ച് ബാക്കിയുള്ള നന്നായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന സാധനങ്ങൾ നശിച്ചു പോകുന്നത് കാണാൻ വയ്യാത്തത് കൊണ്ടാണ് ഇതാക്കിയത്. മനസ്സിലായോ? ഓക്കെ. പിന്നെ സരക്കിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നല്ലോ ബ്രോ. അത് അങ്ങനെ ഒരു സംഭവം തിരിച്ചിനകത്ത് ഉണ്ടാവില്ല. അത് ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. അത് എനിക്ക് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്താക്കാൻ വയ്യ. ഇതിന് മുമ്പത്തെ ലൈവുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളത് കണ്ടാൽ മതി. സോ അങ്ങനെ ഒരു കാര്യം എന്തായാലും തിരിച്ചിതിനകത്തോട്ട് ഉണ്ടാവില്ല. അതിൽ വേറെ കുറേ ഇഷ്യൂസ് ഉണ്ട്. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമുക്ക് അവരോട് സംസാരിക്കാം. ഇതെന്താ ഇത് തുറക്കാത്ത ഇതൊന്നും? എടാ പ്രൊഫസർ, ഞാൻ പറഞ്ഞില്ലേ ഓരോരുത്തരുടെ പേര് പറയുമ്പോഴേ ഞാൻ പറയണ കാര്യം അതാണെടാ. പ്രൊഫസറിന് ഓൾറെഡി 2 ചാൻസ് നമ്മൾ ടി വിയിൽ കൊടുത്തതാണ്. അല്ലെങ്കിൽ മനസ്സിലായോ? നമ്മൾ അങ്ങനെ 2 വട്ടം കളഞ്ഞിട്ട് മൂന്നാമതൊരാളെ കൊണ്ടുവന്നിട്ടില്ല ഇതുവരെ ടി വിയിൽ. 2 വട്ടമൊക്കെ ഇതാക്കിയിട്ട് 2 വട്ടവും അവൻ ഇനാക്റ്റീവും അവന് കുറേ കാര്യങ്ങളും ഒക്കെ ആയിട്ടിരിക്കുകയായിരുന്നു. സോ അവനിപ്പം ആക്റ്റീവായിട്ട് ഈ ഗെയിം കളിക്കുന്നത് പോലും ഇല്ല. അപ്പോൾ അങ്ങനെ ഒരാളെ പെട്ടെന്ന് കൊണ്ടുവന്ന് അവനെ ഒരു ദിവസം കൊണ്ട് ഗ്രൈൻഡ് ചെയ്യിപ്പിച്ച് സിറ്റി കയറ്റുക എന്ന് പറഞ്ഞാൽ അതൊരു ഈസി ആയിട്ടുള്ള ടാസ്ക് അല്ല. നിങ്ങളത് മനസ്സിലാക്കണം. അവൻ കളി നിർത്തിയപ്പോൾ ഉണ്ടായിരുന്ന ഗെയിം പ്ലേ ആണ് നിങ്ങൾ കണ്ടത്. അവൻ ഇനി തിരിച്ചു വന്ന് ഈ ഗെയിമിനോട് അഡാപ്റ്റ് ചെയ്യാനൊക്കെ ടൈം എടുക്കും. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. ലാലല്ലേ ഹണീബില? 83. എടാ എല്ലാരും 83 മതിയോ? അതെന്താ? തനിക്കോണെന്നറിയാം. ഓക്കെ, സോ ഗൈസ്, അപ്പം നമ്മുടെ റിക്രൂട്ട്മെന്റ്സ് ഒക്കെ കഴിഞ്ഞു. നമുക്ക് മേ ബി ഒരാളും കൂടി നമ്മുടെ അതിനകത്ത് വരാനുണ്ട്. അപ്പോൾ അത് ഉടനെ ഉണ്ടാവില്ല. അത് നമ്മൾ ചന്ദ്രനൊക്കെ വന്നതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തതിന് ശേഷം അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ വന്ന മെമ്പേഴ്സിനോട് ഒന്ന് സംസാരിക്കാം. നിഞ്ച വാ. നിഞ്ച, നിനക്ക് 2 വാക്ക് സംസാരിക്കാം. നിനക്ക് വന്ന ജേണി ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. എല്ലാവരുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യണം. ഞങ്ങളിവിടെ ഉണ്ടാവും. പറ. ഇങ്ങോട്ട് വേണം, അടുത്തോട്ടിരിക്കാം. ഞാൻ ഇവിടെ കേക്കാം. എത്ര ആള് 3 കൊല്ലം KVയിലായിരുന്നു. ഫസ്റ്റ് ഡേ അങ്ങ് അത് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ TVയിൽ പറഞ്ഞത്. അപ്പൊ എനിക്ക് എല്ലാവരുടെ അടുത്തും അവിടെ ഉള്ള എല്ലാ മെമ്പേഴ്സായാലും എല്ലാവരും സപ്പോർട്ട് ആയിരുന്നു. എല്ലാവരും നല്ല പ്രദേശവും ഇതൊക്കെ ആയിരുന്നു. എന്റെ ഇതിപ്പോ ഒരു പുതിയ ജേണിയാണ്. അപ്പൊ എന്നെ TVയിലേക്ക് ഫാമിലിയിലേക്ക് വിളിച്ച വാസണനും പിന്നെ ബാക്കി എല്ലാവർക്കും താങ്ക് യു.
പിന്നെ താങ്ക്സ് റാളിയാ. എന്റെ സൈഡിൽ നിന്ന് പറ്റണല്ല ആയത് എനിക്ക് ടിവിക്ക് വേണ്ടി എല്ലാം കാര്യങ്ങളും എന്റെ സൈഡിൽ നല്ല സപ്പോർട്ടും ഉണ്ടാവും. അപ്പ രണ്ട് ചോദ്യം ചോദിച്ചപ്പാ കുഴപ്പിച്ചേ അവന്റെ സൗണ്ട് ഒക്കെ പതറിയട്ടോ അവന്റെ. കരഞ്ഞപ്പോ എന്റെ തനി ശരിയാ അറിയും. എടാ നീ കരയാറാ എന്തിന്? നിന്റെ സൗണ്ട് ഒക്കെ ഇടണ്ടായല്ലേ. നമ്മളെ പോലെ നിഞ്ച 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 ലോല ഹൃദയനായിരിക്കില്ലേ. നിഞ്ച ഇവിടെ എല്ലാരോടും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. വൈ ടി വി The only best, the only. അതായത് ഗാങ്സ്റ്റലോട്ടിൽ കിട്ടാൻ വേണ്ടിട്ട് ഗാങ്സ്റ്റലോട്ട് വരാനുള്ള അറ്റംപ്റ്റുകൾ അതൊക്കെ അതങ്ങനെ സത്യമല്ലെന്നാണോ വാസണ്ണം പറയുന്നത്? അത് സത്യമാണ്. നീ അങ്ങനെ പ്രത്യേകിച്ച് നീ അത് എടുത്തു പറഞ്ഞോണ്ട് പറഞ്ഞതാണ് കേട്ടാ. അല്ല വാസോണ്ട എനിക്ക് അങ്ങനെ ഗ്യാങ്സ് ഞാൻ അത് അങ്ങനെ പറയലണ്ണ. നമ്മള് സ്ലോട്ടിന് വേണ്ടി അല്ലല്ലോ. നിന്നെ അവസാനമായിട്ട് കണ്ടത് കഴിഞ്ഞ വർഷമാണ് ഞാൻ മനസ്സിലായത്. ചന്ദ്രന്റെ കൂടെ എല്ലാ ദിവസവും. അതെ അതെ ചന്ദ്രന്റെ കൂടെ അതെ. അതേപോലെ തന്നെ നമ്മുടെ എന്നത്തെയും പോലത്തെ 12ാമത്തെ ചോദ്യം. ഈ ഗാംഗിൽ നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു വ്യക്തിയുടെ പേരും അതേപോലെ തന്നെ ഓപ്പോസിറ്റ് നിന്നിരുന്ന സമയത്ത് തീരെ ഇഷ്ടമല്ലാത്ത ഒരു വ്യക്തിയുടെ പേരും. ഈ ഗാംഗിൽ എനിക്ക് ഇഷ്ടമുള്ളത് ഒരു പേരാണ് രണ്ടുപേരും പറയാൻ പറ്റും. ഒരു പേരെ പറ്റത്തുള്ളേ. ടഫാണ് പറഞ്ഞാളി. എനിക്ക് വിഷമമൊന്നുമില്ല. എന്റെ പറഞ്ഞോ കുഴപ്പമൊന്നുമില്ല. ഞാൻ ഓക്കേടാ. ഞാൻ പറയണ്ടാ സമയം കൊടു. എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഇങ്ങനെ ആർപ്പിലേക്ക് ഏറ്റവും ഇഷ്ടമായത് നമ്മുടെ ചന്ദ്രന്റെ അല്ല ചന്ദ്രൻ അതല്ല ഞാൻ ഇങ്ങനെ പുറത്തുനിന്ന് നോക്കുമ്പോ അപ്പൊ പുറത്തുനിന്ന് നോക്കുമ്പോഴേ എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ സാധനം തിരിച്ചെടുക്കുക. സോനിവിനെ വേണ്ട. അല്ല അപ്പൊ ഞാൻ പറയട്ടെ, പുറത്തുനിന്ന് നോക്കുമ്പോ നിനക്ക് ടിവിയിൽ ഒട്ടും ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ അരോചകമായിട്ട് തോന്നിയത് ആരെയാണ്? അല്ല ഞാൻ പറയാം, അരോചകം പോട്ടെ, നിനക്ക് എപ്പോഴെങ്കിലും ഒക്കെ ഒരാളെ ഇഷ്ടമല്ലായിരുന്നു അങ്ങനെ തോന്നിയ ദേഷ്യം തോന്നിയ കോമൺ ആൻസർ ആണ്. കോമൺ ആൻസർ ആണ്. ഇത് ജെന്യൂനിറ്റി അറ്റ് സ്പീക്ക്. ഇത് പിന്നെ കോമൺ ആൻസർ ആണ്. അപ്പൊ നമ്മളെ എല്ലാവരുടെയും വായത് കേൾക്കുന്ന കോമൺ ആയിട്ടുള്ള ആൻസർ ആണ്. കൊള്ളാം നീ കൊള്ളാം. പണി ചെയ്യുന്നതാ. അതാ പറഞ്ഞേ, ആ റോൾ അവൻ നന്നായിട്ട് ചെയ്യുന്നോണ്ടാണ് വെളിയിലിരിക്കുന്നവർക്ക് ഇഷ്ടപ്പെടാത്തത്. അല്ല എന്നാലും ഫണ്ണാണ്, നല്ലൊരു ഇത്രയൊക്കെ അവരാതെ ഓരോരുത്തരെ പറ്റി പറഞ്ഞിട്ട് ഫണ്ണാണ്. അത് കാലുകുത്തിയിട്ട് അത് തന്നെ അവരാതെ പറഞ്ഞിട്ട് ഫണ്ണാണത്. അപ്പാ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എടാ അപ്പൊ വെൽക്കം ടു ടി വി. ഓക്കെടാ. പിന്നെ ഞങ്ങളുടെ ഇവിടുത്തെ ഒരു ചടങ്ങുണ്ട് നിഞ്ച. ഇവിടുന്ന് മുട്ടയിലെഴയണം. ഗ്യാങ്ഹൗസിന് ചുറ്റും ചില്ലറയല്ല.
ഈ സോഫയ്ക്ക് ചുറ്റും മൂന്ന് തൊട്ട് കഴിയണം. അപ്പാപ്പനൊക്കെ പണ്ടോട്ടുള്ള ജസ്റ്റ് പലാറ്റാരെ മുട്ട കഴിഞ്ഞാൽ പാപ്പ തളിച്ചില്ലാത്ത എത്ര എഴുന്നതാ സത്യം സത്യം അപ്പാപ്പ ചുമ്മാ അതൊക്കെ ചുമ്മാ പറയണ അപ്പൊ അടുത്ത സോഫയ്ക്ക് ചുറ്റുമെങ്കിൽ എന്റെ ഒരു മനസ്സമാനം വേണ്ട ആണല്ലേ? പിന്നെ ആവട്ടെ, ഒറ്റയ്ക്ക് പിടിക്കാൻ. പിന്നെ ടിവിയുടെ വരുന്ന ആദ്യത്തെ ഒരു മാസം എന്ന് പറഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ്ലി ഒരു പ്ലെയറിനെ വാച്ച് ചെയ്യുന്ന സമയമാണ്. അതായത് നമ്മുടെ മെമ്പേഴ്സ് ആയിട്ടൊക്കെ സിങ്ക് ആവുന്നുണ്ടോ, എല്ലാവരുമായിട്ട് സംസാരിക്കുന്നുണ്ടോ, എല്ലാവരുമായിട്ടൊക്കെ ഓക്കെ ആയി പോകുന്നുണ്ടോ എന്നുള്ളൊരു ഒരു മാസമാണ്. ആ ഒരു മാസത്തിൽ അതിൽ ഫെയിൽ ആയാൽ ടിവിക്ക് പുറത്ത് കൊണ്ടുവരും നിഞ്ചെ. അതെ, ഓക്കെ. പെണ്ണുമില്ല കേട്ടോ ഒരു മാസത്തേക്ക്. ഒരു മാസത്തേക്ക് പെണ്ണുണ്ടാവാൻ പാടില്ല. നോ ഗേൾസ് ഫോർ 1 month. ഇനി അഥവാ ഓൾറെഡി ഉണ്ടെങ്കിൽ തന്നെ ഒരു മാസത്തേക്ക് ഇല്ല വാസുവിനെ, ഇവന് ആണുങ്ങളോടാ താല്പര്യം. കുറിപ്പ് കത്തിപ്പോയെ. എടാ ഇവന് ആരുടെയൊക്കെയോ ടോണുണ്ട്. സൗണ്ട് തോമ, ഡെസ്ട്രോടെ മലയാളം, ഇവര് കൊറേ ഇതുണ്ട് കേട്ടാ. അപ്പൊ അതൊക്കെയാണ് റൂൾസ് ഇവിടുത്തെ. ഓക്കെ. അപ്പൊ നീ പോയിരുന്നു. വേറെ എന്തെങ്കിലും പറയണ്ടോ? വേറെ ആരുടെയും എന്തെങ്കിലും താങ്ക് യു എന്തെങ്കിലും പറയണ്ടേ പറയാം. പക്ഷെ എനിക്കിപ്പോ കയ്യും കാലൊക്കെ ഉറക്കെ സംസാരിക്കാൻ പറ്റില്ല. ബോബിനെടുത്തിട്ടിരിക്കല്ലേ? അലീന ഏത് അലീന? ഇവ ഫുൾ ആക്റ്റീവ് ആണ്. ആണോ? നല്ല RP പ്ലെയർ ആണല്ലേ? അത്യാവശ്യം സംസാരിക്കും. എടാ അതുപോലെ നിഞ്ച ഒരു കാര്യം, നിന്റെ സൈഡിൽ നിന്ന് അപ്പാർട്ട് ഫ്രം ഈ RP ഒക്കെ അല്ലാതെ ഇതിന്റെ ഡെവലപ്മെന്റ് സൈഡൊക്കെ ഇവിടെ പഠിക്കാൻ ആഗ്രഹമുള്ള ഒരുപാട് ഓഡിയൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ അവരെ നിനക്ക് പറഞ്ഞു കൊടുക്കാനും പഠിപ്പിച്ചു കൊടുക്കാനും ഒക്കെ പറ്റുമെങ്കിൽ അതിന്റെയൊക്കെ തത്സമയമായിട്ട് അവരെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചൊക്കെ കൊടുക്കാൻ പറ്റുമെങ്കിൽ അതുകൂടെ ചെയ്യണം. നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം. നല്ല താല്പര്യമുണ്ട്. നമ്മളെല്ലാം എന്താ പരിപാടി നാട്ടുകാരെ അറിയല്ലോ. അല്ലല്ല, അങ്ങനല്ല. ഇപ്പൊ ഷൗട്ടെക്സ് ഇപ്പൊ വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുമല്ലോ, ഇന്നതുപോലെ ഇന്നതാ ചെയ്തേ, അതാണ് ചെയ്തേ. മീൻസ് ഹെലികോപ്റ്റർ മറ്റേ അനിമേഷൻ ഒക്കെ അതെല്ലാം എൻജോയ് ചെയ്തേ. ഈ നമ്മള് കഴിഞ്ഞ ദിവസം എന്റെ ബർത്ത്ഡേക്ക് ചെയ്ത എല്ലാ പരിപാടിയും അവനെ ചെയ്തേക്കുന്നേ. ആ സാധനങ്ങളൊക്കെ ഇവന്റെ തലേന്ന് വന്ന സാധനങ്ങളാണ് അതൊക്കെ. എന്തായാലും എടാ ഓക്കെടാ, ഇരുന്നു രായനുണ്ട്. പറ. അല്ല രായനുണ്ട്. ഓ അങ്ങനല്ല, രായനും ഉണ്ടെന്നാണ് കേട്ടോ. ഞാൻ എന്തോ കേട്ടത് അറിയോ? ഞാൻ കേട്ടത് ഒരാഗ്രഹം ഉണ്ടെന്ന്. വെൽക്കം ടു ടി വി. വിടാ. ഇവിടെ ടിവിയെ കേറിയതിനു ശേഷമുള്ള ഫീൽ എങ്ങനെയുണ്ട് സാറിന്? അത് പറയാൻ പറ്റാത്ത അവസ്ഥ നിൽക്കുന്നുണ്ട്. അതല്ലേ ടാസ്ക് അത് പറയും. പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഓ അങ്ങനെ. അപ്പൊ സ്റ്റാലിനെ എത്ര കാലത്തെ ആഗ്രഹമാണ് ഇന്ന് നിനക്ക് ഇവിടെ സഫലമായത്? ഞാൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ. പിന്നെ ഞാൻ കളിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് ഒറ്റയ്ക്ക് അങ്ങനെ എനിക്ക് അവരെയും ഇതാക്കിയിട്ടൊന്നും എനിക്ക് ഇവിടെയും വേണം അവരെയും വേണം എന്ന് പറയുമ്പോ എല്ലാരെയും ഞാൻ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവർ ആ രീതിക്ക് എന്റെ ഒപ്പം കണ്ടിട്ട് നിന്നിട്ടുണ്ട്. അതുപോലെ എനിക്ക് ഇവിടെയും പ്രയോറിറ്റി ഉള്ള ഗ്യാങ് ആണ്. എന്ത് പറഞ്ഞാലും ഞാൻ കളിക്കാൻ വന്ന സമയത്ത് ഈ ഗ്യാങ് കണ്ടിട്ടാണ് കളിക്കാൻ കയറിയത്. അപ്പൊ എന്തൊക്കെ വന്നാലും ആ ഒരു സ്റ്റെപ്പ് എനിക്ക് ഈ ഗ്യാങ്ങിനോടുണ്ട്. ഞാൻ വന്നിട്ട് അതിൻ്റെ അടുത്ത് ഒരു പ്രാവശ്യം പോയി സംസാരിച്ചിരുന്നു. അന്നും പറഞ്ഞു ചോദിച്ചിട്ട് പറയാം. അങ്ങനെയാണ് വാസന്റെ അടുത്ത് സംസാരിക്കണം. പിന്നെ സംസാരിക്കാൻ കിട്ടും. മനുഷ്യനാണോ നിന്റെ മുന്നേ കണ്ടല്ലേ? തൊട്ട് നോക്കിയ വേണമെങ്കിൽ നിഞ്ചയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ എന്താ പറയാ, അപ്പാർട്ട് ഫ്രം വെടിയൊക്കെ അല്ലാതെ സംസാരം അല്ലാതെ ഇവനും ഈ പറഞ്ഞ പോലെ കാറ്, നമ്മുടെ വണ്ടി, വെഹിക്കിൾസ് എല്ലാം പണിയാനും ഡെവലപ്മെന്റ് സ്കിൽസും അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉള്ള. അപ്പൊ സ്റ്റാലിനും അങ്ങനെ ഒരു ഇതുണ്ട്. സോ അതും അവൻ സ്ട്രീമൊക്കെ ചെയ്ത് കാണിച്ചു കൊടുക്കൂലേ എന്ന് പറഞ്ഞാൽ നാളെ തന്നെ ലൈവ് ഇട്ട് ഹൈന റിവീൽ ചെയ്യരുത്. അപ്പം സ്റ്റാലിനെ
നേരത്തെ എല്ലാവർക്കും വൈ ടി വിയിൽ വേണമെന്നില്ല, അവൻ അതിനുള്ള ഉത്തരം ഓൾറെഡി പറഞ്ഞു തോന്നല്ലേ വാസുവിനെ. അതെ അതെ അതെ. എങ്കിൽ പിന്നെ സ്റ്റാലിനെ നിനക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു വ്യക്തിയുടെ പേരും അതേപോലെ തന്നെ നിനക്ക് അരോചകം ആണ് എന്ന് തോന്നിയ ഒരു വ്യക്തിയുടെ പേരും പറയുക. പേര് പറയണം. ഇഷ്ടമുള്ളത് RP അങ്ങനെയാണ്. നിനക്ക് വെളിയിൽ നിന്ന് ഗ്യാങ് കാണുമ്പോ നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു ആൾ ആരായിട്ടാ തോന്നിയത് എന്നുള്ള കാര്യം പറയാം, ഇഷ്ടമല്ലാത്തൊരാളെയും പറയാം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതൊന്ന് രായണ്ണൻ. പിന്നെ RP വൈസ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ബോബിന്റെ RP ആണ്. ഇത് പറഞ്ഞ് സെറ്റ് ചെയ്തല്ലടാ നീ ഇത്. അല്ലല്ല ഇവന് അപ്പൊ ശ്രദ്ധിച്ചായിരുന്നാ, ഇവന് പെട്ടെന്ന് സ്റ്റാലിനെ വിളിക്കണ്ട കുറച്ചു നേരമായിട്ട് ഇവൻ പറയുന്നുണ്ട് കേട്ടാ. ബോബിനെ ഇഷ്ടപ്പെടാതെ കാരണം കോസ്പ്ലേ 2022 ലാസ്റ്റ് ലൈവ് കാണുന്നേ. ഇനിയാണ് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ. ഇഷ്ടമല്ലാത്ത അപ്പാപ്പനൊക്കെ പറയും ഇപ്പൊ. എന്റെ പേരൊന്നും പറഞ്ഞില്ല മോനെ. മാറ്റണം. ഞാൻ ഓപ്പണായിട്ട് പറയാണെങ്കിൽ അന്ന് മറ്റേ അന്നൊരു കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടല്ലോ, ചെറുതായിട്ട് എന്താ പറ്റി സെറ്റാണ് ശങ്കാണ്. ഓണസ്റ്റായിട്ട് മറുപടി പറഞ്ഞേട്ടാ. എന്തൊരു ജന്മോടാ അമ്പത്തേര്. എന്തൊരു ജന്മോടാ. ഒമ്പളല്ല കണ്ണാപ്പിയുടെ മുകളിൽ ഒരാളെ അല്ലല്ല അത്ര ആലോചിച്ചാൽ മതി. കണ്ണാപ്പിയുടെ മുകളിൽ ഒരാളെ ഹേറ്റ് ചെയ്യണമെങ്കിൽ അത് പ്രശ്നമാണത്. അത്ര അഴിക്കില്ല അമ്പത്തേര്. അതെ സത്യം, അഴുക്ക ചെറുക്കൻ. അപ്പൊ പെട്ടെന്ന് പറഞ്ഞു. അതൊക്കെ ഫിക്സ് ആവും ആക്കണം കേട്ടോ സ്റ്റാലിനെ. ഓക്കെ ഇവരല്ലേ വാസവരെ ചങ്ക് ബഡീസ്. അപ്പൊ സെറ്റടാ. ത്രൂ ഔട്ട് നമ്മളോട് ഉണ്ടാവണം എല്ലാത്തിനും. തീർച്ചയായും ബ്രോ ബിൽഡിംഗ് ഗ്യാങ് ത്രൂ ഡിസ്ട്രോയിങ് അനദർ ഗ്യാങ്. വേറെ ഏത് ഗ്യാങ് ഡിസ്ട്രോയ് ചെയ്ത? അല്ല ഏത് ഗ്യാങ് ഡിസ്ട്രോയ് ചെയ്യാന്നൊന്ന് പറ. അവന്റെ സ്വന്തം ഗ്യാങ് നിർത്തിയ ഒരു കളിയില്ലാതെ നിർത്തിപ്പോയ ആൾക്കാരാ. പിന്നെ ഞാൻ ഒരു കാര്യം 100% കോൺഫിഡൻസിൽ പറയാം, ഇവരെല്ലാവരും റിക്രൂട്ട്മെന്റ്സ് TV കളിക്കണം എന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്ത് എന്നെ നേരിട്ട് വന്ന് കണ്ടവര്. നിന്റെയൊക്കെ കരച്ചില് ഭയങ്കര വല്ലാത്ത കരച്ചില. ഇവരെല്ലാം എന്നെ നേരിട്ട് വന്ന് കണ്ട് TV-ക്കകത്ത് കളിക്കണം. ഒരാളെ പോലും ഞാൻ വിളിച്ചിറക്കിയിട്ടില്ല ഒരിടത്തുനിന്നും. KVA-ക്കാർ നിഞ്ചയോട് പറഞ്ഞൊരു കാര്യമാണ്, എടാ നിനക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി. അവൻ അവിടെ കളിക്കുന്ന പ്ലെയർ അല്ല. നിനക്കൊക്കെ എന്താ ബുദ്ധിയില്ലേ? KVA കളിച്ചുകൊണ്ടിരിക്കുന്ന ലൈനപ്പിലുള്ള പ്ലെയർ അല്ല. അപ്പൊ എടാ ഗ്യാങ് വണ്ടി അപ്ഡേറ്റ് എന്തെങ്കിലും, ഗ്യാങ് വണ്ടിയെ പറ്റി എന്തെങ്കിലും 2 വാക്ക് കൂടെ പറ, എല്ലാരും ചോദിക്കണം. എനിക്ക് കൊളീഷനും കാര്യങ്ങളും എല്ലാം തീർന്നെന്റെ കയ്യിലുണ്ട്. അപ്പൊ ഡിസൈൻ ഒരെണ്ണം ചെയ്തു ഇറക്കുമ്പോ എനിക്ക് പക്ക തൃപ്തിയായിട്ട് മാക്സിമം ഔട്ട് ഇട്ടിട്ട് ഇറക്കത്തുള്ളൂ. അതിന്റെ ഒരു ചെറിയ ഡിലേ മാത്രം. അതുവരെ നീ എന്തിട്ട് ഓടിക്കും? അതാ ഇറങ്ങുമ്പോ അതൊരു ഐറ്റം ആയിരിക്കും. അപ്പൊ ശരിടാ. അപ്പൊ പോയിരുന്നു ഓക്സി ഇങ്ങോട്ട് നിന്നോട് വേറെ ചോദ്യം TV ഒന്നും ചോദിക്കുന്നില്ല. നീ ഇവിടെ ഉണ്ടായിരുന്നതാണ്. അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞങ്ങൾ ചോദിക്കുന്നില്ല. അതൊക്കെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ 2 വാക്ക് പറയാം. ഇവിടെ എല്ലാരും സൈലന്റ് അവിടെ. കുറച്ച് പ്രശ്നങ്ങൾ കാരണം ഞാൻ ഇവിടുന്ന് മാറിക്കേണ്ടി വന്നു. ഇപ്പൊ തിരിച്ചു വരാൻ പറ്റിയ ഹാപ്പിയാണ്. വാസുണ്ണനായിട്ട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ സോർട്ട് ഔട്ട് ചെയ്തതിന് ഹാപ്പിയാണ്. പ്രത്യേകിച്ച് അങ്ങനെ പറയാനില്ല.
നിനക്ക് വേറെ ആരുടെ എന്തെങ്കിലും താങ്ക് യു എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. താങ്ക് യു വാസുവ പോലും പ്രതീക്ഷിച്ചില്ല. സത്യം ആദ്യമായിട്ടോ ഒരാൾ പറഞ്ഞു തന്നെയാണോ? കിട്ടി. എടാ അപ്പൊ ഓൾ ദ വെരി ബെസ്റ്റ്. നന്നായിട്ട് പരിചയമുണ്ടോ മോനെ? പിന്നെ എന്റെ കൂടെ പരിചയ? എടാ അപ്പൊ നന്നായിട്ട് ഒരു വെൽക്കം കൊടുക്കട്ടെ അവന്. അപ്പൊ വെൽക്കംടാ, വെൽക്കം. നന്നായിട്ട് പോട്ടെ. കഴിഞ്ഞോട്ടത്തെ കാര്യങ്ങളൊന്നും ഇനി ഓർക്കണ്ട, അതൊക്കെ മറന്നേര്. പാസ്റ്റ് ഈസ് പാസ്റ്റ്. അപ്പൊ അതെ 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 കൂടെ ബ്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ കറന്റ് സെനറിയോ ആയിട്ട് നമ്മൾ ആ യൂണിവേഴ്സിൽ മാച്ച് ആവും. എന്താ പാടില്ലേ? അതല്ല 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 ആ അപ്പം ചോദിച്ചു അപ്പം ചോദിച്ചു അപ്പം ചോദിച്ചു. ഹൗ ഡു യു ഫീൽ? അതായത് കേറിയ ആ ഒരു ഫീൽ എങ്ങനെ ഉണ്ട്? നിനക്ക് ഓൾറെഡി അറിയാലോ. രണ്ടാമത്തെ കൊള്ളാം, പണ്ടത്തിനെക്കാട്ടും കൊള്ളാം. നിന്റെ സൗണ്ട് മാറിയതാണ് എല്ലാരും പറയണേ ഇവിടെ. എല്ലാരും എന്റെ തൊണ്ടക്ക് ചെറിയ വ്യത്യാസമുണ്ട്, വേറെ തൊണ്ടയെന്ന്. അല്ലടാ അല്ലടാ നിന്റെ ശബ്ദം മാറിയത്. നിന്നെ നേരിട്ട് കണ്ടപ്പോഴും എനിക്ക് ശബ്ദം ഭയങ്കരമായിട്ട് മാറി നിന്റെ. കൊച്ചു പയ്യൻ 1.5 വർഷം 1.5 വർഷമായോ? 1.5 വർഷം ജയിലിലായിരുന്നു. 1.5 വർഷമൊന്നും ആയില്ല. 1 വർഷം ആയിട്ടുള്ളൂ. 1 വർഷം ഒന്നും ആയിട്ടുള്ളൂ, 1.5 ഒന്നും ആയില്ല. കറക്റ്റ് കണക്കറിയാം. പിന്നെ നമ്മളെല്ലാം എണ്ണി ഇരിക്കുകയല്ലേ. അവൈലബിൾ അല്ലായിരുന്നു. അപ്പൊ എല്ലാവരോടും ചോദിച്ചതുപോലെ നിനക്ക് ഈ ഗ്യാങ്ങിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു വ്യക്തിയുടെ പേരും അതേപോലെ അരോചകം ആണ് എന്ന് തോന്നിയ ഒരു വ്യക്തിയുടെ പേരും. എല്ലാരും ചൂണ്ടിട്ടാ മൊത്തത്തിൽ. കൊണ്ടുവന്നപ്പോഴേ സെറ്റ് ചെയ്തേണ്. ഇറ്റാച്ചിയുടെ തരിപ്പത്ര എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. എന്തൊക്കെ ഗ്യാങ്ങുകളല്ല തരിപ്പൻസ് പിടിയൻസ്. അപ്പൊ അത്ര ബോക്സി വെൽക്കം വെൽക്കം വെൽക്കം. ബാക്കി നമുക്ക് മറ്റേ സിറ്റിയിൽ കസറ 3 റിക്രൂട്ട്മെന്റ് ഒരുമിച്ച് എടുത്തതല്ലേ? എങ്കിൽ പിന്നെ 3 പേരെയും കൊണ്ട് നമുക്ക് ഒരു ഗാനമായാലും. അത്യാവശ്യമുണ്ട്, ഭയങ്കര അത്യാവശ്യമാണ്. ഇറങ്ങാൻ നിക്കരുത്, അടിച്ചു വെച്ചേക്കുന്നു. തിരിച്ചടിച്ചാ മതി. ഇന്ന് ജോലിക്ക് പോയതിനെ പിടിച്ചു നിർത്തി കൊണ്ടുവന്നതാണ് ഇന്ന് സ്റ്റാലിനെ. ലീവ് എടുപ്പിച്ചു കൊണ്ടുവന്ന സ്റ്റാലിനെ. ഇന്ന് അവന് നൈറ്റ് പണിയായിരുന്നത്. രാത്രിയാ നൈറ്റ് ഡ്യൂട്ടി അവന് നൈറ്റ് ഡ്യൂട്ടി. ശമ്പളം ഞാൻ തരാം. പോയോ അവരോടിയോ? നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാവരും റാഗിയാ പതിന്ന് വിട്ടേരെ പയ്യന്മാരെ. അവന്മാര് ഇന്ന് തിരക്ക് എന്നേ ഓൾറെഡി വരുന്ന് പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ട് എല്ലാരും വിളിച്ചു കയറ്റിയതാ. ആണല്ലേ? അതെ അതെ. ജയിച്ചേട്ടോ. രാജൻ എന്തെങ്കിലും പറയണ്ടോ? രാജൻ എന്തെങ്കിലും പറയണ്ടോ? അല്ല എനിക്ക് പറയാനുള്ളത് റെഡി പറഞ്ഞോ. ഞാൻ വരുന്നുണ്ട്. അപ്പം സ്റ്റാലിൻ, ഓക്സി, പിന്നെ നിഞ്ച വെൽക്കം വെൽക്കം. എനിക്ക് പറയാനുള്ളതാണ്, നിങ്ങൾക്ക് പുതിയതായിട്ട് അവർക്ക് ഇവിടെ പുതിയത് കുറെ പേരുണ്ട്, പഴയവരുണ്ട്. എല്ലാവരുമായിട്ട് സിങ്ക് ആവുക, അതാണ് ഫസ്റ്റ് വേണ്ടത്. നിങ്ങൾ ടൈം എടുത്ത് അവരെ കൂടെ ടൈം സ്പെൻഡ് ചെയ്ത് എല്ലാവരുമായിട്ട് ഒരു കമ്പനിയൊക്കെ ആയിട്ട് നിൽക്കുക. ആരും മാറിയൊന്നും പോയി നിൽക്കരുത്, മനസ്സിലായി? എല്ലാവരും ഒരു ഗ്രൂപ്പായിട്ട് നടക്കണം. പിന്നെ നിഞ്ച എനിക്കൊരു വാക്ക് തന്നിട്ടുണ്ടായിരുന്നു കയറുന്ന സമയത്ത്. നമ്മൾ ഇനി തൊട്ട് ഓരോ വീക്കില് പറ്റുവാണെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മളൊരു ഗ്രൂപ്പായിട്ട് ചേർന്നൊരു പരിപാടിയൊക്കെ സെറ്റ് ചെയ്യും. എല്ലാവരും
എല്ലാരും ഞാൻ കണ്ടിട്ട് ടി വി എല്ലാരും സ്പ്ലിറ്റ് ആയിക്കണം. പക്ഷെ ഇന്ന് മുതൽ ഗ്രൂപ്പായിട്ട് നമുക്ക് കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പൊ നിങ്ങളുടെ എല്ലാരും മനസ്സിലായോ, അങ്ങനെ കുറച്ചും കൂടി സിങ്ക് നമ്മളെ ഇടയില് വരും. നിങ്ങൾ PvPക്ക് 6 ദിവസം സ്പെൻഡ് ചെയ്തോ, ആഴ്ചയിൽ 1 ദിവസം ഞങ്ങൾക്ക് തരണം ഇനി തൊട്ട്. ഇനി എല്ലാ വീക്കിലും ഇനി ഒരു ഗ്യാങ് RP ഉണ്ടാവും. ആ ഒരു കാര്യം എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പെട്ടെന്ന് നിഞ്ച നമ്മളിവിടെ കൊണ്ടുവന്നത് പോലും. മനസ്സിലായ? നിങ്ങൾ 6 ദിവസവും നിങ്ങൾ എടുത്തോ, 1 ദിവസം നമുക്ക് വേണം. ആ 1 ദിവസം ഇൻ കേസ് സിറ്റി അന്ന് ഇല്ല, സിറ്റി അല്ലെങ്കിൽ അങ്ങനത്തെ പരിപാടി ഇല്ലെങ്കിൽ നമ്മൾ വെളിയിൽ ഒരുമിച്ച് ഒരു പരിപാടി വീക്ക്ലി വൺസ്. ഇനി തൊട്ട് എല്ലാ ദിവസവും ഉണ്ട്, എല്ലാ വീക്കിലും ഉണ്ടാവും, എല്ലാ വീക്കിലും. അത് ഞാൻ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യും എല്ലാ വീക്കിലും. ഗൈസ് അത് ഞാൻ നിങ്ങളോടും പറയുന്ന ഒരു വാക്കാണ്. എല്ലാ ആഴ്ചയിലും എൻ്റെ ലൈവില് TV ഒരുമിച്ച് ഒരു ആക്ടിവിറ്റി എല്ലാ വീക്കിലും ഉണ്ടാവും. അതിനൊരു മാറ്റം ഉണ്ടാവില്ല. പിന്നെ എന്തുണ്ടെങ്കിലും അണ്ണനടുത്ത് പറയാം, പുതിയതായിട്ട് വന്നെടുത്ത് എന്തുണ്ടെങ്കിലും അണ്ണനടുത്ത് കാര്യം പറയാം. കാരണം ആള് കൂടിയത് കൊണ്ട് ഈ സിങ്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പാടാണ് എനിക്ക്. ബാലം വിളിച്ചായിരുന്നു. പോട്ടെ, ഒരു മിനിറ്റ്. എന്ത് പറ്റി ഉമ്മ? ഉമ്മാന്റെ അടുക്ക് പോവാനുണ്ട്. എനിക്ക് ഇപ്പൊ തീരാടോ, 2 മിനിറ്റ്. ജോക്കിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എടാ അതെ, നിങ്ങള് ഈ RP ഫോക്കസ് ചെയ്യണേ ദൈവത്തെ ഓർത്ത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിറ്റുവേഷൻ അല്ല സിറ്റിക്കകത്ത് അല്ല, മനസ്സിലായി? ആഴ്ച ഇപ്പൊ 3 സിറ്റുവേഷൻ എടുക്കാൻ പറ്റത്തുള്ളെങ്കിൽ ആ ലിമിറ്റ് നമ്മൾ ഫുൾഫിൽ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ഈ ആഴ്ച 3 എടുക്കാൻ പറ്റി, 3 എടുത്തിട്ടുണ്ട്. സോ അടുത്ത ആഴ്ച ഈ PvP സിറ്റുവേഷൻസ് വേണം, അറിയാം. പക്ഷെ ഈ PvP കളിക്കുന്നവർക്ക് തന്നെ ആഴ്ച ടർഫ് ഉണ്ട്. സോ അതുപോലെ തന്നെ ഗ്യാങ് സിറ്റുവേഷൻസ് എടുക്കുന്നത് പ്രോപ്പർ റീസൺ അല്ലാത്ത പക്ഷം എടുക്കുന്നത് കുറയ്ക്കുക. ആൻഡ് മോർ ഓവർ RPയിൽ ഫോക്കസ് ചെയ്യുക, കമ്മ്യൂണിക്കേഷൻ RP ഫോക്കസ് ചെയ്യുക, ഗ്യാങ്ങിന്റെ ആ ഒരു എന്തുവാന് പറയുന്നത് ആ ഒരു സാധനം ബിൽഡ് ചെയ്യാൻ നോക്കുക. അല്ലാണ്ട് ദൈവത്തെ ഓർത്ത് വള്ളി എന്ന് പറയുന്ന ഒറ്റ മൈൻഡ് സെറ്റി നടക്കരുത്. എല്ലായിടത്തും കൂടെ പറയുക. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വെടിവെക്കാൻ അറിയുന്ന 35 അവന്മാരുണ്ടെങ്കിൽ അങ്ങനെ 35 അവന്മാർക്ക് RP കളിക്കാനും അറിയാം. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ കൂടെ കഴിഞ്ഞ കുറെ ദിവസം ഞാൻ എല്ലാവന്മാരുടെയും കൂടെ നടന്നതിന്റെ ബേസിസിൽ പറയുക. ഇവിടെ ഉള്ള എല്ലാവന്മാർക്കും RP കളിക്കാനും അറിയാം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയാം, എല്ലാം അറിയാം. കപ്പിൾ RP ചെയ്യുന്ന സാധനം അത് നിങ്ങൾ ചെയ്തോ, അത് രാത്രി എപ്പോഴാന്ന് വെച്ചാൽ ചെയ്തോ. പക്ഷെ നമ്മളൊരു പീക്ക് ടൈം ഉണ്ടല്ലോ, ഒരു 7 to 11-12 ഉണ്ടല്ലോ. ആ ഒരു ടൈമില് മാക്സിമം ഗ്യാങ് RPയും കൂട്ടത്തോടുള്ള RPയും കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സാധനം നമ്മൾ സൈഡ് ലൈൻ ചെയ്ത് ഇങ്ങനെ വരുന്നുണ്ട്. ഫുള്ളി ഫോക്കസ് ചെയ്യുന്നത് എന്തൊരു പറയുന്നത് മറ്റേ PvP സ്ഥാനത്തിലോട്ട് ചെയ്യാതെ നിങ്ങൾ ടർഫ് ആഴ്ച അടിക്കാനുണ്ട്. അതുപോലെ തന്നെ വാർ പ്രോപ്പർ റീസൺസ് അല്ലാത്ത ഒരു വാറും നോ പറഞ്ഞാൽ അത് നോ ആയിരിക്കും. ദൈവത്തെ ഓർത്തിട്ട് വെളിയിൽ പോയി അത് ചോദിക്കാം, അത് ഇതാക്കാം, നാളെ സംസാരിക്കാം, പിന്നെ നാളെ അടിക്കാം എന്ന് പറയുമ്പം അത് മാനിഫെസ്റ്റ് ചെയ്തൊരു സാധനം വിറ്റ്നസ് ചെയ്യാന്ന് പറയുന്നതാണ് ഏറ്റവും സന്തോഷമുള്ള കാര്യം. അടിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ അടിക്കത്തുള്ളൂ. പിന്നെ നിങ്ങൾ ഈ മുട്ടിക്കൊണ്ടിരിക്കരുത്. അതായത് ചൂട് ഇപ്പൊ ചൂട് പോവണ്ണ, ചൂട് പോത്തില്ലെണ്ണ, നാളെ ചൂട് കാണത്തില്ലെണ്ണ, അത് നാളെ ചൂട് കാണത്തില്ല. നിനക്കൊന്നും ദൈവത്തെ ഓർത്ത് നാളത്തേക്ക് ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ നാളത്തേക്കാണത്. പിന്നെ ആ ഒരു സിറ്റുവേഷൻ കംപ്ലീറ്റ്ലി വിടുക. ആൻഡ് മോർ ഓവർ ഈ RP കംപ്ലീറ്റ്ലി നമ്മൾ കൊണ്ടുപോകാനേ പറ്റത്തുള്ളൂ. അത് സൈഡ് ലൈൻ ചെയ്യപ്പെടുക എന്നുള്ളത് ഭയങ്കര എവിഡന്റ് ആണ്. ദൈവത്തെ ഓർത്ത് എല്ലാവന്മാരും നിങ്ങൾ വിചാരിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവന്മാരും കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ട്. ഈ വെടിവൊക്കെ എടുത്തവന്മാർ പോലും ഇപ്പൊ വെടിവെക്കുന്നതിനേക്കാളിലും കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതിപ്പോ ഇറ്റാച്ചി ആയിക്കോട്ടെ, ജുഗുരു ആയിക്കോട്ടെ, ജൂഡായിക്കോട്ടെ, ഏവൽ ആയിക്കോട്ടെ, ആരോ ആയിക്കോട്ടെ. സോ കംപ്ലീറ്റ്ലി RP ബോബെ നീ അപ്പം RP കംപ്ലീറ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യുക. ആ ഒരു സാധനമാണ് നമുക്ക് മിസ് ആയിക്കൊണ്ടിരിക്കുന്നത്. PvP നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി PvP പ്രൂവ് ചെയ്യാനൊന്നുമില്ല. PvP പ്രൂവ് ചെയ്യാനല്ല. കാരണം ടോപ്പിൽ നിൽക്കുന്ന ഒരു സാധനത്ത് ഇനി ആരെങ്കിലും വന്ന് അടിക്കണം. ആരെങ്കിലും വന്ന് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രീക്ക് ഒക്കെ പോയി കഴിഞ്ഞാൽ നമുക്കൊന്ന് ഡൗൺ ആയിട്ട് പിന്നെയും തിരിച്ചു കയറി വരാം. പക്ഷെ അതിനൊന്നും വലിയ സ്കോപ്പ് ഉണ്ടെന്ന് തോന്നുന്നില്ല. സോ അലക്സിന്റെ പാട്ട് കേൾക്കണോ? പാടിക്കാം. RP ഫോക്കസ് ചെയ്യുക. റിക്വസ്റ്റ് ആണ്. കഴിവുള്ളതുകൊണ്ട് പറഞ്ഞാണ്. ആൾക്കാർക്കും അത് കാണാൻ ഒത്തിരി താല്പര്യമുള്ള ആൾക്കാരുണ്ട്, PvP ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷെ കൂടെ ഇതാക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? എടാ അപ്പൊ എന്താ അലക്സിന്റെ ഒരു പാട്ടോടുകൂടി ഇന്നത്തെ മീറ്റിംഗ് നമുക്ക് അലക്സ് ഫ്രണ്ടിലോട്ട് വരണം.
അലക്സ ഒരു മെലഡി പിടിയടാ. അല്ലല്ല അലക്സ് കത്തിയൊന്നും പോയിട്ടില്ല. എണ്ണീറ്റ് ഒരു പാട്ട് പാടി അവസാനിപ്പിക്കാം. ഈ കൂട്ടത്തിൽ ആളെ മനസ്സിലാകുന്നില്ലെന്നാണ് തെറ്റിദ്ധരിക്കുന്നതെങ്കിൽ കറക്റ്റ് ആയിട്ട് പിൻപോയിന്റ് ചെയ്ത് തരാം. കറക്റ്റ് ആയിട്ട് ഞാൻ വന്ന് പിക്ക് ചെയ്യാം അലക്സിനെ. ഇതായിട്ടിരിക്കുന്നു. അടാ കല്യാണി പാടിയ പുതിയ വാ വാ വാ. ശ്രേയ ഘോഷാലിന്റെ പ്രശ്നം ഫുഡ് വായിക്കൂടെ ഫുഡ് ചവച്ച് ഇറക്കിയിട്ട് അങ്ങ് പാടിയാ മതി. വാ പെട്ടെന്നാട്ടെ വെള്ളം കുടിച്ചിട്ട് പാട്. എടാ കല്യാണിന്റെ അവിടെ പോയി പാടണേ. അവിടെ പോയി പാടണേ അലക്സേ. നിനക്ക് ഇഷ്ടമുള്ളൊരു പാട്ട് പെട്ടെന്ന് പാടിക്കോ. കല്യാണി പാടാളിയാ. കല്യാണി പാട്. അണ്ണാ ലൈനപ്പ് ഇടുന്ന ആപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? എടാ മറ്റേ ലൈനപ്പ് ഒക്കെ ഇടുന്ന ആപ്പ് ഉണ്ടല്ലോ മറ്റേ ഒരു വെബ്സൈറ്റ്. അതൊന്ന് എനിക്ക് അതിന്റെ ലിങ്ക് ഒന്ന് അയച്ചു തന്നേ. അത് ആരുടെ കയ്യിലുണ്ടോ ഇവിടെ? അത് ഏബിൾ ഇവിടെ ഇല്ല. കത്തിപ്പോന്ന് എഴുതി വെച്ചേക്കുന്നത്. അലക്സ ഡിലേ ആവണം പെട്ടെന്ന്. തിന്നേക്കാ മതി. റേഡിയോയിൽ പാടിയാ കട്ടാവും. നേരെ പാടിക്കോ. അത് കഴിഞ്ഞിട്ട് ബോബ് പാടും. സൈലന്റ്. നീ എവിടെടാ ഡിയാ ബോബേ? ഒറ്റയ്ക്കു നിന്നില്ലേ ഞാൻ ഇന്നൊറ്റയ്ക്കു നിന്നില്ലേ. അടിപൊളിയടാ. ഒരു രക്ഷയില്ല. കിടിലം. അപ്പൊ താങ്ക് യു സോ മച്ച്. അപ്പൊ എല്ലാവർക്കും താങ്ക് യു. വന്ന എല്ലാവർക്കും താങ്ക് യു. അപ്പൊ മീറ്റിംഗ് ഡിസ്പോസ്. ബൈ. ഇല്ല ജോക്കി വാ വെളിയിലോട്ട് വാ. ജോക്കി ഞാൻ അപ്പുറത്തെ സിറ്റിയിലോട്ട് കേറണം. എനിക്കൊന്ന് ഞാൻ കേറുവാ. വാ ജോക്കി ഇങ്ങോട്ട് വാ. അണ്ണ അയച്ചിട്ടുണ്ട് ലിങ്ക്. സിറ്റിയിലൊന്ന് കേറാ. സിറ്റി കേറിട്ടോ വാ. ഹലോ പറടാ. ഒരു കാര്യം പറയട്ടെ. പറഞ്ഞു. ഇതിപ്പോ ചാറ്റ കണ്ടിരുന്നു കെവിനെ തക്കിന്നൊക്കെ. പക്ഷെ ഞാൻ കെവിന്ന് ഒരു 6 മാസമായല്ലേ? അതെ അല്ലാണ്ട് ഇപ്പൊ പെട്ടെന്ന് ഇറങ്ങി ഒന്നൊന്നുമില്ല. ഓൾറെഡി ഒരു പ്രൊജക്റ്റിന് വേണ്ടി ഞാൻ ബ്രേക്ക് എടുത്താണ് കെവി. എടാ അതെ നമ്മളൊരു സാധനം നല്ലതായിട്ട് കൊണ്ടുപോകുമ്പോ അതിന്റെ ഇടയ്ക്കൂടെ എന്തെങ്കിലും തന്തലാഴി പറയണമല്ലോ. അതെ പിന്നെ ഒരു കാര്യം കേട്ട് കെവി ഡൗൺ ഇതായിന്നൊക്കെ. കെവി ഒരു ഡൗൺ ആയിട്ടില്ല. ഇപ്പൊ പ്ലേസ് ഉണ്ട്. കുറച്ചുപേർ ഇറങ്ങി പോയി വെച്ചിട്ട് കെവി ഒരിക്കലും ഡൗൺ ആവില്ല. അതെ അതൊക്കെ അത്രേ ഉള്ളൂ. ഓക്കെടാ സെറ്റ്. നീ അത് അതിലൊക്കെ ഉണ്ട്. അത് നിന്റെ അതിപ്പോ വരും. ഒന്നും അറിയാത്ത ഇവിടെ സിറ്റിയിൽ ഗ്യാങ് പോലും ആവാത്ത ആൾക്കാരുണ്ട്. അവരുടെ ഫാൻ ബോയ്സ് ഒക്കെ ചിലപ്പോ വന്ന് കാര്യമൊക്കെ ഉണ്ട്. ഓക്കെ സീനില്ല. ജോക്കി പറ. ഇതാരാ? ഞാൻ ബാത്റൂമിൽ ഞാൻ കാര്യം പറയട്ടെ. പറ ജോക്കി. ഈ സാനിയ ആര്? അത് ഞാൻ കഴിഞ്ഞ ദിവസം ജോക്കിയോട് ചോദിച്ചപ്പോഴേ പറഞ്ഞില്ലേ, കല്യാണിക്കകത്ത് അഭിനയിച്ച സാനിയ അയ്യപ്പൻ അല്ലാതെ വേറെ ഒരു സാനിയ എനിക്ക് അറിഞ്ഞൂടാ. അറിയാം ജോക്കി അറിയാം. മറ്റേ നിരന്തരമായി മെസ്സേജ് അതല്ല അതല്ല മറ്റേ ടെന്നീസ് ഒക്കെ കളിക്കുന്ന സാനിയ മിർസയില്ലേ പുള്ളിക്കാരി എനിക്കറിയാം.
വേറൊരു സാനിയെ എനിക്ക് അറിഞ്ഞുകൂടാ ജോക്കി, എനിക്ക് അറിഞ്ഞുകൂടാ അങ്ങനെ ഒരാളുടെ. ഞാനൊരു കാര്യം പെട്ടെ, നീ ഒന്ന് ഫോൺ എടുത്തേ. ഫോൺ എടുത്ത് സാനിയാന്നൊന്ന് അടിച്ചേ. സാനിയ ഇല്ല, അങ്ങനെ കോണ്ടാക്ട് പോലും ഇല്ല. അങ്ങനെ ഒരു അല്ല, ഇവിടെ നമ്പറെല്ലാം കാണിക്കും, നമ്പറെല്ലാം കാണിക്കും. എസിനകത്ത് എനിക്ക് ഒറ്റ പേരുള്ളൂ, ഷമീർ MRC. ഡിലീറ്റ് ചെയ്തൂടെ? പുള്ളിയാണ് വിളിച്ചാൽ കിട്ടുകയേ ഇല്ല ഒരിക്കലും. ഞാനൊരു കാര്യം പറയട്ടെടാ, ആ കുട്ടി എനിക്ക് എസിൽ എവിടെ വേണം നോക്കാം, എങ്ങനെ ഒരു പേരേ ഇല്ല എനിക്ക്. നീ മെസ്സേജ് ഒന്ന് എടുത്തേ. മെസ്സേജ് എടുത്തിട്ട് ഹാപ്പി ബർത്ത്ഡേ ജോക്കി. ഇതിനകത്ത് കുറെ പേര് ട്രൈങ് ടു കോൾ യു എന്നുള്ളത് കാണിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് കോണ്ടാക്റ്റിൽ അങ്ങനെ ഒരാളുടെ പേര് സേവ് ചെയ്തിട്ടില്ല. ഇല്ലല്ലേ? ഷമീർ ലാസ്റ്റ് ഫ്രീ ആയോ എന്ന് ചോദിച്ചൊരു ഫോട്ടോ അയച്ചിട്ടുണ്ട് എസ്സിൽ, അല്ലാതെ വേറെ ആരും ഒന്നും അയച്ചിട്ടില്ല എസ്സിൽ. ശരി ഒന്ന് പറഞ്ഞായിരുന്നേ. ഈ ടിവിയിലാണ് പറഞ്ഞപ്പോ ആ കുട്ടി ഒന്ന് പറഞ്ഞു, വാസു എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരനായിട്ട് ഭയങ്കര കമ്പനിയായിരുന്നോ, അത് നീ മെസ്സേജ് അയക്കാറുണ്ടെന്നോ? ഇല്ല, എനിക്ക് അങ്ങനെ ഒരാളെ പറ്റി അറിഞ്ഞേ കൂടാ ജോക്കി. എനിക്ക് അറിയത്തില്ലടാ, നീ അങ്ങനെ ചെയ്യത്തില്ല. പിന്നെ ജോക്കി ഇത് എങ്ങനെ മാറ്റി എന്നെ വെറുതെ ചോദിക്കുമ്പോ ആൾക്കാർക്ക് ഒരു ഇതാവൂലേ, വിഷമാവൂലേ? പിന്നെ പക്ഷെ ഈ പടം എനിക്ക് ലോഡ് ആവുന്നില്ലടാ. LX2 അല്ലാതെ അയച്ചോ. എനിക്കിത് ഭയങ്കര ലോ റെസൊല്യൂഷൻ ഇല്ല. ജോക്കി അപ്പുറത്തെ സീറ്റിലോട്ട് വരുന്നുണ്ടോ ജോക്കി? ഹലോ, അപ്പുറത്തെ സീറ്റിൽ കയറാൻ പറ്റുന്നുണ്ടോ? നോക്കട്ടെ, ട്രൈ ചെയ്ത് നോക്കട്ടെ. സോ ഗൈസ്, നമുക്ക് കുറച്ചു നേരം സിറ്റി കയറിയിട്ട് പോയാലോ? ഓക്കെ അല്ലേ? സോ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദ റിക്രൂട്ട്മെന്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഞാൻ. അല്ലാതെ വേറെ ഇനി ഞാൻ ആരെ കൊണ്ടുവരണ്ട? എന്തിനാണ് കൊണ്ടുവരണേ? ഞാനിപ്പോ ഇനി സത്യം പറഞ്ഞ ഞാൻ എന്തിനാ കൊണ്ടുവരണേ? ഇനി ആരെ കൊണ്ടുവരണ്ട. ഇപ്പൊ വന്ന ആൾക്കാരെല്ലാം ലൈക്ക് അവർക്കൊരു ഓപ്പർച്യൂണിറ്റി, അവർക്കൊരു ചാൻസ്, അവർക്കൊരു അത് അത്രേ ഉള്ളൂ. വേറെ ഒന്നിനും കൊണ്ടുവരണ്ട ഇനി. ആൻഡ് ഈ ഒരു ദിവസം ഞാൻ സത്യം പറയാം ഗൈസ്, ഈ ഒരു ദിവസം എന്നേക്കാൾ കൂടുതൽ ആഗ്രഹിച്ച കുറെ ഓഡിയൻസ് ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. കാരണം അവരെന്നെ കണ്ടൊരു ഡേ ഉണ്ട്. അതായത് ഒന്നും പറ്റാതെ പോയ ഒരു ഡേയിൽ എന്നെ കണ്ടിട്ടുണ്ട് നിങ്ങളെല്ലാവരും. എന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ ഇതെല്ലാം നിർത്തിപ്പോണം, ഇതെല്ലാം ഇതാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അന്ന് എനിക്ക് മെസ്സേജ് അയച്ചിട്ട് എസ്സേ ഒക്കെ എഴുതി മെസ്സേജ് അയച്ച കുറച്ച് പേരുണ്ട്. അവരുടെയൊക്കെ ഈ റീസെന്റ് മെസ്സേജ് കാണുമ്പോഴാണ് ഞാൻ അവരെ അന്ന് ഇങ്ങനെ അയച്ചിട്ടല്ലോ എന്ന് പോലും ഞാൻ ഈ ഇടയ്ക്ക് പലതും കണ്ടത്, മനസ്സിലായോ? സോ ഇതിവിടെ ഇങ്ങനത്തെ ഒരു ലെവലിൽ എത്തിക്കാൻ പറ്റിയതിൽ സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട്. നിങ്ങൾ കാണുന്നല്ലേ ഗൈസ് ചുറ്റുപാടും. ഞാൻ ഇപ്പോഴും പറയാൻ ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാൻ ഞാനിത് അഹങ്കാരത്തിൽ പറയണതല്ല. നിങ്ങൾ ചുറ്റുപാട് നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ കാണുന്ന ഒരു കാര്യമില്ലേ, ഒരു ഗ്യാങ് ഒരു 2-3 മാസം ഓടിക്കാൻ പെടുന്ന പാട്. അത് നിങ്ങൾ ഈ സ്ട്രീമർ ഗ്യാങ് മാത്രമൊന്നും നോക്കണ്ട, ഓവറോൾ മൊത്തത്തിലെടുത്തോ. ഒരു ഗ്യാങ് മര്യാദയ്ക്ക് ഒരു സിറ്റിയിൽ ഒരു വർഷം ഓടിക്കുക എന്ന് പറഞ്ഞാൽ ആ ഒരു സിംഗിൾ പേരിൽ കളിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ് ഇപ്പോൾ എല്ലാവർക്കും. ഇപ്പം അങ്ങനെ ഒരു ഗ്യാങ്ങിന് ആരും ഈ ഇടയ്ക്ക് റീസെൻ്റ്ലി അങ്ങനെ ഒരു ഗ്യാങ്ങായിട്ട് വരണില്ല. എല്ലാവരും ഒരു 3 മാസത്തിൽ അടിച്ചു പിരിയുന്ന ഗ്യാങ്ങുകളെ വെച്ചിട്ട് നമ്മൾ TV ഇതായിട്ട് കമ്പയർ ചെയ്യുന്നത് കേൾക്കുന്നത് പോലും എനിക്കത് അക്സെപ്റ്റ് പോലും ചെയ്യാൻ പറ്റത്തില്ല ഒന്നത്തെ കാര്യം. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾ സിറ്റിയിൽ അപ്പാർട്ട് ഫ്രം ദ സ്ട്രീമർ ഗ്യാങ് നിങ്ങൾ സിറ്റിയിൽ ഈ അല്ലാതെ കണ്ടുകൂട്ടി കൂട്ടുന്ന ഗ്യാങ്ങുകളാണെങ്കിൽ പോലും അവർക്ക് ഒരുപാട് ഫ്രണ്ടിലോട്ട് പോകാൻ പറ്റണില്ല, മനസ്സിലായി? ഇത് അപ്പാർട്ട് ഫ്രം ഈ ഗെയിം ഇതിന് വെളി വേറെ കുറേ കാര്യങ്ങളുണ്ട്. അതെല്ലാം അധികം തിരിച്ചറിഞ്ഞത് കുറച്ച് ലേറ്റായിട്ടാണ്. TV തുടങ്ങിയ ഒരു 3-4 വർഷമൊന്നും എനിക്ക് അതുണ്ടായിരുന്നു എന്ന് വെച്ചാൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ മിസ് ഔട്ട് ചെയ്തു എന്ന് മനസ്സിലായത് ഇതിനകത്തൊരു സ്പ്ലിറ്റ് വന്നപ്പോഴാണ്. അതെനിക്ക് പറയാതിരിക്കാൻ വയ്യ. അതായത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ ഒരു ഡിഫക്റ്റ് പറ്റുമ്പോൾ നമ്മൾ ചിന്തിക്കുമല്ലോ എന്തുകൊണ്ടായിരിക്കും ഇതിങ്ങനെ സംഭവിച്ചത്. അപ്പം പലപ്പോഴും ശരിയാ, ഞാൻ കുറേ ആൾക്കാരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ നിന്നിട്ടില്ല. ഞാനും പറയണത് പോലെ അവരെക്കാൾ വലിയ പ്രശ്നത്തിൽ ഞാനിരിക്കുന്നത് കൊണ്ട് അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ വേറെ, അങ്ങനെ കുറേ കാര്യങ്ങൾ മിസ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അത് റീബിൽഡിന് ശേഷം സംഭവിക്കരുത് എന്നുള്ളൊരു സാധനം എനിക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. നിങ്ങളിപ്പോൾ കുറച്ച് നാളായിട്ട് എന്നെ ഓൺലൈനിൽ അധികം കണ്ടില്ലെങ്കിലും ഈ ഗ്യാങ്ങിൽ ഇപ്പം ത്രൂ ഔട്ട് ഒരു വാർ നടന്നാലും ടർഫ് നടന്നാലും എന്ത് നടന്നാലും
നീലനൊക്കെ ഞാൻ കംപ്ലീറ്റ്ലി റൈറ്റ് കൊടുത്തിട്ടുണ്ട് എല്ലാത്തിനും ഉള്ള. ബട്ട് സ്റ്റിൽ ഇപ്പോഴും ഒരു വാർ നടന്നാലും പ്രീ വാർ നടന്നാലും അല്ലെങ്കിൽ ടർഫ് നടന്നാലും ഞാൻ അവൈലബിൾ അല്ലെങ്കിൽ എന്നെ വിളിക്കും എന്ന് പറഞ്ഞാൽ ചേട്ടാ ഇതിട് ലൈനപ്പ് ഇട്, അല്ലെങ്കിൽ ഇത് ചെയ്യും, സെലക്ട് ചെയ്താൽ മതി, അങ്ങനെ കളിക്കാം എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവന്നത് കുറച്ച് പാടുപെട്ടിട്ടാണ്. ഞാൻ ഒത്തിരി എഫേർട്ട് എടുത്തിട്ടുണ്ട് ഈ കാര്യത്തിൽ. അത് ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്ന് തുറന്നു പറയുക. അത് ആ എഫേർട്ട് ഇടാനുള്ള കാരണം ഇങ്ങനെ കുറേ ഇൻസിഡൻസ് നടന്നുപോയി. ഈ പോയ ആൾക്കാർ തിരിച്ചു വന്ന് എന്നോട്, അതായത് ഞാൻ ഈ പോയ സമയത്തെ കേസ്, ഞാൻ ഇവിടുന്ന് ഈ ഗ്യാങ്ങിൽ നിന്ന് ഇവർ പോയ സമയത്ത് ഞാൻ ഓർത്ത് കരഞ്ഞിട്ടുണ്ട്. ഞാൻ സത്യമായിട്ട് ഞാൻ പറയുകയാണ്, ഞാൻ ഓർത്ത് കരഞ്ഞിട്ടുണ്ട്. ഒരു ഉപദ്രവം ചെയ്യാത്ത ഇവന്മാർ എന്തിനായിരിക്കും പോയെന്ന്. ഞാൻ അന്ന് സ്നൈപ്പിനോട്, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ സ്നൈപ്പിനോട്, രായനോട്, മാഡിയോട്, സാവേജിനോട്, ഞങ്ങൾ 4 പേരോട് ഒരുമിച്ചിരിക്കുക. ഞാൻ ഇങ്ങനെ പറഞ്ഞായിരുന്നു, എടാ ഇതൊക്കെ ചിലപ്പോൾ പ്രായത്തിൻ്റെ മിസ്റ്റേക്കുകളായിരിക്കും, ഇവർ ചിലപ്പോൾ ഒരു സൈഡ് മാത്രം കേട്ടതിൻ്റെ പ്രശ്നമായിരിക്കും. ഒരു സമയമാകുമ്പോൾ ഇവർക്ക് ഇതൊക്കെ തിരിച്ചറിയും. നമ്മളൊന്നും പറയണ്ട, നമ്മളൊന്നും പറയാൻ പോകണ്ട, നിങ്ങളത് കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഞാൻ എൻ്റെ കൂട്ടത്തിലുള്ള ഒരു മെമ്പേഴ്സിനെ പോലും ഗ്രൂപ്പായിട്ട് വന്നിരുന്ന് ഇവരിറങ്ങിയ സമയത്ത് അപരാധിക്കാൻ സമ്മതിക്കാനിരുന്നതിൻ്റെ കാരണം അതാ. മേ ബി ചിലപ്പോൾ ഞാൻ നാളെ പറയാനുള്ളത് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ് ചിലപ്പോൾ സോൾവ് ആയി പോയേനെ. അന്ന് എൻ്റെ കൂടെ ഇരുന്ന് അപരാധിച്ചിരുന്നെങ്കിൽ ഇന്ന് ഓരോരുത്തർക്കും ഇത് പ്രശ്നമായി മുമ്പോട്ട് പോയേനെ. അതെനിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് അന്ന് ഇറങ്ങിയ സമയത്ത് ഞാൻ ഇവരോട് പറഞ്ഞ ഇതെല്ലാം തിരിച്ചറിയുന്ന ഒരു സമയം വരും, ഇവർ വരുന്ന സമയത്ത് ഇതാക്കും. ടി വിയിൽ നിന്ന് ഇറങ്ങിപ്പോയതിൽ ഒരു 4 പ്ലേയേഴ്സ്, ഞാൻ പറയാം 1 2 3 4 5 പേരൊഴിച്ച് ബാക്കി മൊത്തം പേരും എന്നോട് വന്ന് സോറിയും പറഞ്ഞു. എന്നോട് വന്ന് അവരുടെ ആ റിഗ്രറ്റ് എന്നോട് പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഞാൻ കുറ്റമൊന്നും ആരുടെടുത്തും കുറ്റമായിട്ട് ഞാൻ പറയണില്ല. ഉണ്ടായിരുന്ന പ്രശ്നം ഞങ്ങളുടെ പേഴ്സണൽ പ്രശ്നങ്ങൾ എനിക്കിപ്പോഴും ചർച്ച ചെയ്യാൻ താല്പര്യമില്ല. അത് കുറച്ച് ശോകം, ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം കുറച്ച് ശോകമാണ്, ലൈക്ക് അത് കുറച്ച് ഇതാണ്. അതുകൊണ്ട് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാൻ ഒട്ടും താല്പര്യമില്ല. പക്ഷേ എപ്പാർട്ട് ഫ്രം ഈ പേഴ്സണൽ ഇഷ്യൂസ്, ഈ ഗ്യാങ്ങിൻ്റെ സൈഡിലേക്ക് വരുമ്പം കുറേ കാര്യങ്ങൾ ബ്ലൈൻഡായിട്ട് വിശ്വസിച്ച് പോയി കൂടെ ഇതിനകത്ത് നിന്ന ആൾക്കാർ, മനസ്സിലായോ? അതാണ് സംഭവിച്ചത് ടി വിയൊക്കെയകത്ത്. ദാറ്റ്സ് ഇറ്റ്. അന്ന് മനസ്സിലുറപ്പിച്ചൊരു കാര്യമാണ്. മേ ബി ഞാൻ ഇപ്പോഴും പറയാറുണ്ട്. എന്നാലും എൻ്റെ ഒരു പ്ലാനിൽ, അല്ലെങ്കിൽ ഞാനാണെങ്കിലും ഡ്രീമർ ആണെങ്കിലും, ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ എൻ്റെ ഇതിലാക്കി വെച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇനി മുന്നോട്ട് ആൾ വന്നാൽ നമുക്ക് പാടാണ്. ഡ്രീമർ ഓൾറെഡി അതിനോട് പറഞ്ഞു കഴിഞ്ഞായിരുന്നു. അവൻ പറയണതും ശരിയാണ്. മേ ബി ചിലപ്പം ഇത് നമ്മുടെ ഇനിയുള്ള ഒരു റിക്രൂട്ട്മെൻറ്റൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഒരു റിക്രൂട്ട്മെൻറ്റ്സ് എന്ന് പറയുന്ന പരിപാടി നടക്കത്തില്ല. അപ്പോൾ ഞാൻ എത്തിക്കേണ്ടടുത്ത് എത്തിച്ച് വെച്ചതിന് ശേഷമാണ് ഇത് സംസാരിക്കുന്നത് എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. ആൻഡ് നിങ്ങളോടൊരു പ്രത്യേക താങ്ക് യു പറയുകയാണ്. ആ ഡൗൺ ടൈമിൽ ഞാൻ പലവട്ടം കണ്ടിട്ടുണ്ട്, പല ഗ്യാങ്ങിൻ്റെയും ഡൗൺ ടൈം വരുമ്പോൾ ഈ നമുക്ക് വേണ്ടി ഓരോ ഫാൻ ബേസ് ഉള്ള ഒരു സാധനത്തിൻ്റെ പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. അവർക്ക് വേണ്ടി ഗ്രൂപ്പുകളിലും ബാക്കിയുള്ളിടത്തും പോയി കോരം സംസാരിക്കുമ്പോൾ വായിട്ടലയ്ക്കുമ്പം നമ്മുടെ ഒരു തോൽവി വന്നു കഴിഞ്ഞാൽ കുറേയൊക്കെ ആൾക്കാർ ആദ്യമൊക്കെ മിണ്ടാതിരിക്കും. പക്ഷെ കണ്ടിന്യൂസ് തോക്കുമ്പോൾ അവരൊരു പർട്ടിക്കുലർ ടൈം കഴിയുമ്പോൾ മടുക്കും. പിന്നെ ഇവരെ സപ്പോർട്ട് ചെയ്തിട്ട് കാര്യമില്ല എന്ന് പറയുമ്പോൾ ഒരു പോയിന്റിൽ വിട്ടുപോകും അവർ. പക്ഷെ അങ്ങനെ വിട്ടുപോകാത്ത ഒരുപാട് പേര് ടി വിയൊക്കെ ഉണ്ട്. അതിന് ഞാൻ നിങ്ങളോട് പ്രത്യേകിച്ചൊരു വലിയ താങ്ക് യു പറയുക. കാരണം ആ ഡൗൺ ടൈമിലാണ് ഇന്ന് ശരിയാവും നാളെ ശരിയാവും എന്ന് പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരുന്ന കുറേ പേരുണ്ട് ഇവിടെ, മനസ്സിലായ? അതൊരു വലിയ ഫാക്ടറാണ്. എന്ന് വെച്ചാൽ അതെനിക്ക് ഭയങ്കര, ഇത് ബിൽഡ് ചെയ്യാനുള്ള എൻ്റെ ഫ്യൂവൽ പോലും അതായിരുന്നു. ഞാൻ ഇത് നിങ്ങളെ സുഖിപ്പിക്കുകയൊന്നുമല്ല കേട്ടോ, സത്യമായിട്ട് ഞങ്ങളെ സുഖിപ്പിക്കുകയല്ല. ഇതെൻ്റെ ലൈഫിൽ ഒരു വലിയ ഭാഗം ആയതിൻ്റെ ഒരു കാര്യത്തിൻ്റെ, അല്ലെങ്കിൽ അത് അവിടെ നിന്ന് എത്തിച്ച് വെച്ചിരിക്കുന്ന ഒരു, ഞാൻ ഭയങ്കര സക്സസ്ഫുള്ളായിട്ട് എൻ്റെ ഗ്യാങ്ങിനെ കാണുന്ന എൻ്റെ ഇമോഷൻ ഞാൻ എക്സ്പ്രസ് ചെയ്യുകയാണ്. അല്ലാതെ ഇത് ഞാൻ നിങ്ങളെ സുഖിപ്പിക്കുകയല്ല. അല്ലെങ്കിൽ ഇതിനോട്ടൊക്കെ ഞാൻ വരാനുള്ള ഒരു കാരണം ഇതായിരുന്നു എന്ന് ഞാൻ പറയുക. ഞാൻ ഇപ്പോഴും പറയുന്ന കാര്യമാണ്, എനിക്ക് ഈ ഗെയിമിൽ ഈ ഒരു സാധനം ഇല്ലെങ്കിൽ ഇതിൻ്റെ അപ്പുറത്തോട്ട് ഈ ഗെയിം കളിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഈ ഗെയിം ഞാൻ ഓൾറെഡി ഒരു വർഷം മുമ്പേ വെറുത്തു പോയതാണ്. ഇവരോട് ഇല്ലായിരുന്നെങ്കിൽ ഇത് ഇന്നിങ്ങനെ നിൽക്കത്തില്ല. സത്യമായിട്ട് ഞാൻ പറയാം കഴിച്ച് ഞാൻ ഇത് കളിച്ചുകൊണ്ടിരിക്കത്തില്ല. എനിക്ക് ഉള്ള വാച്ചിങ് മതിയെന്ന് പറഞ്ഞ് ഞാൻ തലേ തുണിയും കെട്ടി ഇവിടെ ലോറിയൊക്കെ ഓടിച്ച് ആ സൈഡിൽ ഇരുന്നേനെ. സത്യമായിട്ടും ഞാൻ ഇപ്പോഴും എൻ്റേതായിട്ടുള്ള ഒരു കാര്യത്തിൽ ഞാൻ ഇതൊരു വ്യൂവർഷിപ്പിന് വേണ്ടിയിട്ടല്ല ഈ ഗെയിം കളിക്കുന്നത്. സത്യമായിട്ട് ഞാൻ പറയാം, വ്യൂവർഷിപ്പിന് വേണ്ടിയിട്ടല്ല കറൻ്റ് ഈ ഗെയിം കളിക്കുന്നത്. വ്യൂവർഷിപ്പ് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയാൻ കഴിച്ചു എനിക്ക് 30 ദിവസം വന്ന് ഈ പറയണത് പോലെ ലൈവ് ഇട്ട് എൻ്റെ കാര്യം നോക്കി പോവാം. പക്ഷേ അതിൻ്റെ അപ്പുറത്തോട്ട് കുറേ കാര്യങ്ങൾ കിട്ടി എനിക്ക് ഇതിനകത്തുകൂടി. ആ ഒരു സ്നേഹം നിങ്ങളുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്യണം എന്നുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച് ഗൈസ്. സിറ്റി കയറാൻ പറ്റില്ല ഗൈസ്, കണ്ടുകൊണ്ട് 152 പേരേ ഉള്ളൂ. മൊത്തത്തിൽ സിറ്റി ഡൗൺ ആണ്.
നമുക്ക് ആ വെബ്സൈറ്റ് നോക്കാം. ഒരു മിനിറ്റ്, ഞാനൊന്ന് ഡിസ്പ്ലേ ക്യാപ്ചർ ഒന്ന് മാറ്റിക്കൂടാ. ഞാൻ ആ വെബ്സൈറ്റ് നിങ്ങളെ കാണിച്ചു തരാം ഗൈസ്. ആരാ അത് അയച്ചത് നോക്കട്ടെ. ഏബൽ എനിക്കും ഇതിന്റെ പരിപാടി അറിഞ്ഞൂടാ, എന്നാലും ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ കണ്ടത് മാത്രമേ ഉള്ളൂ. ഈ പറഞ്ഞതുപോലെ ഈ ഡിസ്കോഡ് എടുത്ത് ഇപ്പുറത്തിട്ടാൽ പോരെ, അതാകുമ്പോൾ നിങ്ങൾക്കൊന്നും കാണൂലല്ലോ. ഞാൻ എന്തിനാ ഇത് എപ്പോഴും ഹൈഡ് ചെയ്യുന്നത്? സോ ഇതാണ് ആ വെബ്സൈറ്റ്. അതായത് ഇനി ഇതൊരു വെബ്സൈറ്റ് നമ്മുടെ RP ഒക്കെ കാണുന്ന ഒരു പയ്യൻ ഡെവലപ്പ് ചെയ്തൊരു വെബ്സൈറ്റാണ്. ഈ കമ്മ്യൂണിറ്റിയിലുള്ള ഒരു പയ്യൻ ഡെവലപ്പ് ചെയ്ത വെബ്സൈറ്റാണ്. ഇതിൽ നമുക്ക് കണ്ടിന്യൂ വിത്ത് ഡിസ്കോഡ്. ഓക്കെ, എൻ്റെ ഡിസ്കോഡ് കൊണ്ടുപോയി അവൻ. ഹലോ ഓതറൈസ്, എൻ്റെ ഡിസ്കോഡ് അവൻ കൊണ്ടുപോയി. നൈസായിട്ട് പ്രൊമോഷൻ എന്നുള്ള പേരിൽ എൻ്റെ ഡിസ്കോഡ് അവൻ കൊണ്ടുപോയി. ഓക്കെ, ഗോ ടു ഡാഷ്ബോർഡ്, നോ ഗ്യാങ് സെറ്റ്, ക്രിയേറ്റ് ഗ്യാങ്. ഓക്കെ, ഇവിടെ നമുക്ക് നമ്മുടെ ഗ്യാങ് ക്രിയേറ്റ് ചെയ്യാം. അതായത് നമ്മുടെ ഗ്യാങ് ക്രിയേറ്റ് ചെയ്തിടാം. ഇത് ഞാനിപ്പോൾ എന്തായാലും ചെയ്യാം, ഞാൻ ചെയ്ത് ഇതാക്കാം. സോ വൺസ് നമ്മൾ ഇതിനകത്ത് ഗ്യാങ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പം ഒരു വാർ ഉണ്ടെന്ന് വിചാരിച്ചോ, നമുക്കൊരു വാർ ഉണ്ടെന്ന് വിചാരിച്ചോ. അപ്പോൾ ഈ വാറിൽ നമുക്ക് ഇവരുടെ ഡാഷ്ബോർഡിൽ തന്നെ നമുക്ക് വാർ ഇന്ന് ആരുമായിട്ടാണ് വാർ എന്നുള്ളത് ഷെഡ്യൂൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഗ്യാങ്ങിൻ്റെ ലിസ്റ്റ് ഇവിടെ ഉണ്ടാവും, ഫുൾ ലിസ്റ്റ്. അതിങ്ങനെ ഇപ്പം എനിക്ക് 15 പേരെ ഇടണം. വാറിന് പ്രീ വാർ 25 പേരുണ്ടെങ്കിൽ എനിക്ക് വെറുതെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്താൽ മതി. ഹരി, നീലൻ, നീല്, ഡെസ്ട്രോ, ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് ഇതാക്കി. ഇതെന്താ ഇൻവൈറ്റഡ് ബൈ അഡ്മിൻ, അപ്രൂവ്ഡ്, ജോയിൻഡ് ഗ്യാങ് സക്സസ്ഫുൾ. ആക്ടിവിറ്റി ഇതേ എന്തോ മെമ്പേഴ്സ് 6 പേര്. വാറ് അവൻ അവിടെ നിന്ന് എന്തൊക്കെയോ ചെയ്യണ്. അവൻ അവിടെ നിന്ന് എന്തൊക്കെയോ ചെയ്ത്. വാർസ് കണ്ട, കംപ്ലീറ്റഡ്. കൊണ്ടുപോയി അവൻ എന്നെ മൊത്തത്തിൽ ഏറ്റെടുത്ത് തന്നെ. ഇവ എന്താ അയക്കുന്നേ? എടാ നീ ഡിസ്കോഡിലുണ്ടോ? നീ ഡിസ്കോഡിലുണ്ടെങ്കിൽ ഒന്ന് വരുമോ? ഞാൻ അവനെ വിളിച്ച് ഇതാക്കാം. അതാകുമ്പോൾ ഡിസ്കോഡിലുണ്ടല്ലോ, അവനെ ഡ്രാഗ് ചെയ്യിപ്പിക്കാം. ഹലോ എടാ അവൻ ഡിസ്കോഡിൽ വന്ന് ഇരിപ്പുണ്ടോ നോക്കിയടാ. പേരുണ്ടോ? അവൻ കാണുന്നുണ്ട്. അവൻ എന്നെ എന്തൊക്കെയോ ചെയ്തു ഇവിടെ. ഡീകോഡ് അവനാണോ? അവനെ നീ എങ്ങോട്ട് വലിച്ചിട്ട്? അതാ ലൈവ് 5 ഹലോ ബ്രോ ആണോ ഇതിന്റെ ഡെവലപ്പർ? ഓ ഹായ്. എടാ നല്ല ഐഡിയ കേട്ടോ, കിടിലം, നല്ല സാധനമാണ്. ഞാനതാ ഇത് സ്ട്രീം ചെയ്ത് കാണിച്ചത്. ഇത് എങ്ങനെ ചെയ്യണ്ടെന്ന് പറഞ്ഞു തരുമോ? ബേസിക്കലി ഇപ്പൊ ഞാൻ എന്റെ ഒരു അഡ്മിൻ ഗ്യാങ്ങിലോട്ടാണ് ഞാൻ ഇൻവൈറ്റ് ചെയ്തത്. ഒരു ആന്റി ഗ്രാവിറ്റി മാത്രമല്ല, കുറെ ടൂൾസ് ഉണ്ട്. അല്ല ഞാൻ കാര്യം പറയാം, നീ നിന്റെ സ്ക്രീൻ ഷെയർ ചെയ്യോ, അപ്പം ആൾക്കാർക്ക് എനിക്ക് കാണിച്ചു കൊടുക്കാമല്ലോ. നിനക്ക് എന്താ എല്ലാം അറിയാലോ. ഗൈസ് ഞാൻ അവന്റെ സ്ക്രീൻ ഇടാം. വാച്ച് സ്ട്രീം. ഓക്കെ, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമോ എല്ലാവർക്കും? സോ ബേസിക്കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് ഇതിൽ വാർസ് മുതൽ വാർ, കൺസൈൻമെന്റ്, പ്രീ വാർ ഇതെല്ലാം നിങ്ങൾക്ക് ഇതിൽ ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. ഷെഡ്യൂൾ ചെയ്തിട്ട് എന്താ പറയുക, മെമ്പേഴ്സ് ടാബില് ഇപ്പൊ ഇതില് അവൈലബിളും അൺഅവൈലബിൾ ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട്. അൺഅവൈലബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം ഞാൻ ഇപ്പൊ അണ്ണന്റെ ലൈവ് കാണുമ്പോൾ ചില ദിവസം മുച്ചിരി ഉണ്ടാകത്തില്ല, ചില ദിവസം മറ്റാൾക്കാർ ഉണ്ടാകത്തില്ല. അവർക്കൊക്കെ വരാൻ പറ്റാത്ത ഒരവസ്ഥയായിരിക്കും. അതായത് അവർ ലീവ് എടുക്കുന്ന അവസ്ഥയായിരിക്കും. ആ ടൈമിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ അതിന്റെ ഒരു സംഭവം കൂടെ കാണിച്ചു തരാം. ഓ അത് കൊള്ളാം കേട്ടാ. അവർക്ക് ലീവ് എടുക്കണമെങ്കിൽ നമ്മുടെ ഇപ്പൊ ടി വി ഡിസ്കോഡ് ആണെങ്കിൽ ടി വി ഡിസ്കോഡ് എവിടെ നിന്നാണെങ്കിലും ഇങ്ങനെ ഒരു ഫോം അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതെന്താന്ന് പറഞ്ഞാല് ഇത് നമുക്ക് റിക്വസ്റ്റ് അൺഅവൈലബിലിറ്റി കൊടുത്താല് ഇതിൽ നമുക്ക് റീസൺ കൊടുക്കാം. ഇപ്പൊ പനിയാണെങ്കിൽ ഫീവർ, എത്ര മണിക്കൂർ. ഇപ്പം ഞാൻ ഒരു ദിവസത്തേക്ക് അൺഅവൈലബിൾ എന്നുണ്ടെങ്കിൽ എനിക്കൊരു ദിവസം കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു മെസ്സേജ് വരും. കോ ലീഡേഴ്സിനെയും ലീഡേഴ്സിനെയും മെൻഷൻ അടിച്ചിട്ട് പുള്ളിക്കാരൻ ലീവ് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടൊരു മെസ്സേജ് വരും. ഇത് കോ ലീഡേഴ്സിന് അപ്രൂവ് ചെയ്യാൻ പറ്റും. അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാല് ഇപ്പൊ ഞാൻ കറന്റ് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്.
ഇത് ഞാൻ ഇവിടെ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്റെ ടൈം കൗണ്ട് ഡൗൺ തുടങ്ങി ഞാൻ അൺഅവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ സ്റ്റാറ്റസ് ഓട്ടോമാറ്റിക്കലി മാറും വെബ്സൈറ്റിൽ. ഓ കൊള്ളാടാ, നൈസ്. അപ്പം പിന്നെ ഇപ്പൊ എനിക്ക് ഇന്നൊരു വാറുണ്ട്. അപ്പൊ എനിക്ക് ആ വാറിന് ലൈനപ്പ് ഇടണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ അവിടെ അൺഅവൈലബിൾ ആക്കി കഴിഞ്ഞാൽ എന്റെ പേര് ഇതിൽ കാണത്തില്ല. ഓ ഓക്കെ 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 റോസ്റ്ററില്. ഓക്കെ. അപ്പൊ പിന്നെ വണ്ടി എടുത്തിട്ട് ഇങ്ങനെയാണ് ലൈനപ്പ് ഇടുന്നത്. ജസ്റ്റ് ആൾക്കാരുടെ പേര് എടുത്തിടുക. ഇങ്ങനെ എന്തൊക്കെ വണ്ടി ഉണ്ടോ ആ വണ്ടികളൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. ആഡ് ചെയ്തതിനു ശേഷം ജസ്റ്റ് എടുത്തിട്ടതിന് ശേഷം ഇപ്പം ഇതൊരു മെയിൻ ലൈനപ്പാന്ന് കൂട്ടിക്കോ. നമ്മൾ വാർ കളിക്കുന്ന എപ്പോഴും കളിക്കുന്ന മെയിൻ ലൈനപ്പ് ആണെങ്കിൽ ഇത് ലൈനപ്പ് ആയിട്ട് സേവ് ചെയ്യാൻ പറ്റും. മെയിൻ വാർ എന്നൊക്കെ പറഞ്ഞിട്ട്. ഓ അത് പ്രിസെറ്റ് ആയിട്ടല്ലേ? പ്രീസെറ്റ് ആയിട്ട് സേവ് ചെയ്യാം. പിന്നെ ഇത് ഇപ്പൊ ആരെങ്കിലും ഒരാള് ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് എടുക്കുമ്പോൾ ഹലോ, ഞാൻ കത്തിയതാണോ? അവൻ കത്തി അവന്റെ സ്ക്രീൻ പോയി. കറണ്ട് പോയല്ലോ. ഓ അവന്റെ കറണ്ട് എന്തോ പോയെന്നോ ചേട്ടാ. മൈക്കാണെങ്കിൽ അണ്ണാ എന്റെ DM ഒക്കെ ഒന്ന് നോക്കിയായിരുന്നേ. ഞാൻ നോക്കാം. കളക്ഷൻ ആണ് എന്റെ. അവന്റെ കറണ്ട് പോയതാ ഗൈസ്. സോ ബേസിക്കലി വന്നോ അവൻ? ഹലോ, സ്ക്രീൻ ഇപ്പോഴും അവന്റെ മൈക്ക് അവന്റെ മൈക്ക് അനങ്ങുന്നുണ്ട്. വന്നല്ലോ, അവന്റെ സ്ട്രീം വന്നല്ലോ. വന്നു കേൾക്കുന്നുണ്ട്. അണ്ണനെ പോയ അവന്റെ സ്ട്രീം കാണുന്നില്ല. ഹലോ ഹലോ, ഒന്നുകൂടെ ഒന്ന് ക്ലോസ് ആക്കിയിട്ട് ഒന്നുകൂടെ എടുക്കുവോ? എവിടെ വന്നില്ല. ഇല്ല 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 ഇല്ല. സ്റ്റോപ്പ് വാച്ചിങ് വാച്ച് സ്ട്രീം. അണ്ണൂര് കാണാനുണ്ടോ? ഇല്ല, എനിക്ക് കാണിക്കുന്നില്ല നിന്റെ. ഒന്ന് റീകണക്ട് ചെയ്തോട്ടെ. ഓ ഇത് ഡിസ്കോഡ് ബഗ്ഗ. എനിക്ക് കണക്ട് ആവുന്നില്ല. എന്റെ ഗൈസ് ലൈവ് പോയോ? എന്റെ ഇല്ലല്ലോ. ലൈവ് പോയിട്ടുണ്ടോ?